ആലപ്പുഴയിലെത്തിയപ്പോ മറന്നുപോയി. അങ്ങനെ മറക്കുന്ന ഒരു ജീവി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് പൊളിച്ചു കളയാനാണ് പോലും ഇസ്ലാമിന്റെ കൽപ്പന. ഇസ്ലാമിന്റെ കേന്ദ്രമായ മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുബ്ബയുള്ള ജാറം അവന്ന് കാണിച്ചു കൊടുക്കുമോനെ. ആ പച്ചക്കുബ്ബയുള്ള ജാറം തലപൊക്കിയിട്ട് മദീനയിൽ മുസ്ലിമീങ്ങളെ കേന്ദ്രത്തിലില്ലേ, ആ ജാറം പൊളിക്കണമെന്നാണ് പോലും ഇസ്ലാമിന്റെ കൽപ്പന. സുബ്ഹാനല്ലാഹ്, മൗലവിയുടെ നാവുകൊണ്ട് തന്നെയല്ലേ ഇത് കേൾക്കുന്നത്? മുസ്ലിമീങ്ങൾക്ക് അപമാനമല്ലേ ഈ സലഫി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഞാൻ നിങ്ങളോട് കേൾപ്പിക്കുന്നത് എന്താണ്? മൂപ്പര് പറയുന്നത് പൊങ്ങി നിൽക്കുന്നത് തട്ടി നിരപ്പാക്കണമെന്ന്. ഏത് തങ്ങന്മാരെ മക്ബറയിൽ നടക്കില്ല, ഒക്കെ തട്ടി നിരപ്പാക്കണമെന്ന്. അത് വെച്ചിട്ടവന് പൊങ്ങി നിൽക്കുന്നവരൊറ്റ ഖബറുകളെയും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോ നിങ്ങളുടെ പൊങ്ങി നിൽക്കുന്ന വലിയ കുബ്ബ കണ്ടില്ലേ, തട്ടി നിരപ്പാക്കണം. കാരണം ഒരു പഠിപ്പിച്ചിട്ടുണ്ട് പോലും. എന്താ തെളിവ്? തെളിവ് ഒരു ഹദീസാണ്. എന്താ ഹദീസ്? ആ ഹദീസ് കുബ്ബ പൊളിക്കാനുള്ള ഹദീസല്ല, മക്ബറ തകർക്കാനുള്ള ഹദീസല്ല. എന്താണ് ഹദീസ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സഖീതു. അതെ, എന്താണ് ആ ഹദീസിന്റെ വ്യാഖ്യാനം? ബഹുമാനപ്പെട്ട ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ വ്യാഖ്യാനം സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കേട്ടോളൂ. ലിഅന്നഹു ലം യുരിദ് തസ്മിയതഹു ബിൽ അർളി, ഭൂമിയോടത് തട്ടി നിരപ്പാക്കണം, ഖബർ തട്ടി നിരപ്പാക്കണം എന്നല്ല അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ മഖബറകൾ ഖുബ്ബകൾ പൊളിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. വഇന്നമാ അറാദ തസ്തീഹഹു, അതിന്റെ അർത്ഥം കൂർത്തു നിൽക്കുന്ന ഖബർ, കൂർത്തു നിൽക്കുന്ന ഖബർ അതൽപ്പം പരത്തിയിട്ടാണ് വേണ്ടത് എന്നാണ്. ഹദീസുകൾ പരസ്പരം സംയോജിപ്പിക്കണമെങ്കിൽ അങ്ങനെ അർത്ഥം മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഖബറ് തന്നെ ഒരു ചാണ് ഉയരം ഉണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. തട്ടി നിരത്തുകയല്ല വേണ്ടത്. ആ ഖബറിന്റെ മേലെ താബൂത്ത് വെച്ചുകൊണ്ട് ഖബറുണ്ടലുണ്ട്. എന്നാൽ സഹോദരന്മാരെ, ആ റൂമിന് തന്നെയും അതാ വലിയ വില പിടിച്ച തുണി കൊണ്ട് മൂടലുണ്ട്. ആ റൂമിൽ അതാ പള്ളിക്ക് മിനാരവും പള്ളിക്ക് കുബ്ബയുമൊക്കെ നിർമ്മിക്കുമ്പോൾ അതാ മഖബറത്തിൽ വലിയ കുബ്ബ നിർമ്മിച്ചിട്ടുണ്ട്. പള്ളിക്ക് ആദ്യകാലത്ത് കുബ്ബയില്ലായിരുന്നു, അന്ന് മഖബറത്തും കുബ്ബയില്ല. ആദ്യകാലത്ത് പള്ളിക്ക് കുബ്ബയുണ്ടാക്കുമ്പോൾ മഖബറത്തും കുബ്ബയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിയുടെ കുബ്ബയും പൊളിച്ചുകൂടാ, പള്ളിയുടെ മിനാരവും പൊളിച്ചുകൂടാ, മഖബറയുടെ കുബ്ബയും പൊളിച്ചുകൂടാ. അതൊക്കെ മുസ്ലിം ലോകം അംഗീകരിച്ചതാണെന്ന് മാത്രമല്ല, കുബ്ബ നിർമ്മിക്കുന്നത് പുണ്യകർമ്മമാണ്. ഔലിയാക്കൾ മഹാന്മാരെ മക്ബറക്ക് പോലും കുബ്ബ നിർമ്മിക്കുന്നത് പുണ്യകർമ്മമാണെന്ന് സഹോദരന്മാരെ സർവ്വ പണ്ഡിതന്മാരും അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നോക്കൂ, ശാസ്ത്രീയതിലെ ഏറ്റവും പ്രബലമായ കിതാബല്ലേ ഹിദായ, അതുപോലെ അത്തരത്തിലുള്ള സർവ്വ കിതാബുകളിൽ നിങ്ങൾക്ക് കാണാം. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി എന്ന് പറയുന്നത്, ഇമാം നവവി റളിയല്ലാഹു എന്ന് പറയുന്നത്, എല്ലാ ഇമാമികളും പറയുന്നു മഹാന്മാരുടെ മക്ബറക്ക് കുബ്ബ വേണം. കേട്ടോളൂ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വസിയ്യത്തിന്റെ കാണാം. സൽക്കർമ്മത്തിനു വേണ്ടി വസിയ്യത്ത് ചെയ്താൽ അത് നടപ്പാക്കേണ്ടതാണ്. അനുവദനീയമായ കാര്യത്തിലുള്ള വസിയ്യത്തെ നടപ്പാക്കേണ്ടതുള്ളൂ. വസ്സമില അദൽ മഅസിയത്തിൽ ഖുർബത്ത് കൈമാറത്തിൽ മസാജിദി വലൗ മിൻ ഗാഫിലിൻ വഖബൂരിൽ അംബിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന. പുണ്യകർമ്മത്തിനു വേണ്ടി വസിയ്യത്ത് ചെയ്താൽ അത് പാലിക്കേണ്ടതാണ്. അതിൽപ്പെട്ടതാണ് പള്ളി പരിപാലനം. ആ പള്ളി പരിപാലനത്തിന് വസിയ്യത്ത് ചെയ്ത മുസ്ലിം സഹോദരനാണെങ്കിലും പോയി നടപ്പാക്കേണ്ടതാണ്. വഖബൂരിൽ അംബിയാഇ, അംബിയാക്കളെ മഖ്ബറ പരിപാലനത്തിന് വേണ്ടി വസിയ്യത്ത് ചെയ്താലും അങ്ങനെയാണ്. വൽ ഉലമാഇ, അലിമീങ്ങളുടെ മഖ്ബറകളും സാലിഹീങ്ങളുടെ മഖ്ബറകളും എന്നുകൊണ്ട് മഹാന്മാരെ മഖ്ബറകൾ അത് പരിപാലിക്കുന്നതിനാണ്. അപ്പോൾ സിയാറത്തും ബറക്കത്തെടുക്കലും ശരീരമാക്കലുണ്ടാകും.
എന്താണ് മഖ്ബറ പരിപാലിക്കുക എന്നതിന്റെ അർത്ഥം ഉദ്ദേശം ഇമാമികൾ പറയുന്നു വലഅൽ മുറാദ ബിഹി കമാ ഖാലഹു സാഹിബു സഹായി വഅസ്ഹറ ബിൽ കലാം ലിയായി ഫിമായി കിതാബി കിതാബുൽ ഹജ്ജ് വകലാമുഹു ഫിൽ വസീതി ഫി സലാത്തിൽ റബ്ബി ഫൂരി. അതേ ഇമാമികളെ കിതാബുകളൊക്കെയും പഠിപ്പിക്കുന്നത് ഇമാം മുദ്ദാലി അടക്കമുള്ള മഹാന്മാർ പറയുന്നത് അൻസുബിനാ അലാ ഖുബൂരിൽ ഖിബാബ് വൽ ഖദാ മഹാന്മാരുടെ മക്ബറയുടെ മേലെ കുബ്ബകളും അതേ ഫിൽസികളും പണിയലാണ് കമായുൽ മസാഹിദി മഹാന്മാരുടെ മക്ബറയിൽ കണ്ടുവരുന്നത് പോലെ ഇതാക്കാണ് മവാലിയ മമ്മൂക്കത്തില്ലവും അവർക്ക് ഉടമസ്ഥയിലുള്ള ഭൂമിയിൽ അവർ മറവ് ചെയ്യപ്പെട്ടതെങ്കിൽ ഔലിയം ദഫനവും അല്ലെങ്കിൽ അവരെ മറവ് ചെയ്തിട്ടുള്ള ആളുകളുടേതാണ്. കണ്ടോ നിങ്ങൾ മഖ്ബറ വലിയ കുബ്ബയുണ്ടാക്കുന്നതും മഖ്ബറ പണിയുന്നതുമൊക്കെ സിയാറത്തും ബറക്കത്തും എടുക്കാനുള്ള വഴിയായതിനാൽ അത് പുണ്യകർമ്മമാണെന്ന് പോലെ സർവ പണ്ഡിതന്മാരും പറഞ്ഞതിനാൽ ഏറ്റവും പ്രബലമായ പ്രോത്സാഹമായ വലിയൊരു കിതാബുകളിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. കുബ്ബപാടില്ല കുബ്ബ പൊളിക്കണം എന്ന് പറയുന്നത് അത് ഇസ്ലാമല്ല. പക്ഷെ അതാരാ ആദ്യം പറഞ്ഞത്? ജാറം പാടില്ല എന്ന് ആദ്യമായിട്ടാണ് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞതല്ല, അള്ളാഹുന്റെ റസൂൽ പറഞ്ഞതല്ല, ഇമാമികൾ പറഞ്ഞതല്ല. ജാറം പാടില്ല എന്ന് പറഞ്ഞാരാ? മുജാഹിദീങ്ങളാണ്. അള്ളാഹുന്റെ റസൂൽ പറയാത്ത കാര്യം പുതിയൊരു കാര്യം അവർ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമുണ്ടായിക്കൊണ്ട സക്കറിയ സലാഹി പറയുന്നത് ജാറം പാടില്ല എന്ന് ആദ്യമായിട്ട് പറയും ഞങ്ങളാണ്. അള്ളാഹു റസൂൽ പറഞ്ഞതല്ല. എന്നിട്ട് അയാൾ പറയുന്നത് മദീനത്തെ റസൂലുള്ളാഹിന്റെ ജാറം ആ വലിയ കുബ്ബ അത് കേരള നേതൃത്വത്തിൽ മുജാഹിദിന് ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ തച്ചുടച്ചു അടിവാടി. അതേസമയത്ത് സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാത്തോട്ടാണ്. ഭയങ്കര ധൈര്യമുള്ളവരാട്ടോ ഇവര്. ഷാറൊന്ന് കേട്ടോളിക്കുന്നത് തെറ്റാണെന്നും മുസ്ലിംകളായ ത്യാഗത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ച ഞങ്ങൾ തെറ്റാണെന്നും മുസ്ലിംകളായ ത്യാഗത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ച ഞങ്ങൾ കബർ കൊണ്ടിട്ടില്ല. കബറിന്റെ ചുറ്റുമുള്ള വീട് ഓടി പിടിപ്പിച്ച് അതിന്റെ നേരത്തെ ആകെ മറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അത് പൊളിച്ചുകളെ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാൽ മാത്രം ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ സൗദി ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ അവരെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പരിസരം നിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. രണ്ട് സംഗതിയാണ് പറഞ്ഞത്. ഒന്ന്, ജാറം പാടില്ല ഈ സമൂഹത്ത് പ്രതികൾ ഞങ്ങളാണ്. അള്ളല്ല, റസൂലുമല്ല, സഹാബികളല്ല, ഇമാമികളല്ല. അത് പഠിപ്പിച്ച മുജാഹിദികളാണ്. ഒരു സംശയവും വേണ്ടേ? ഒന്ന്. രണ്ടാമത്തത് മദീന സൗദിയുടെ ഭരണം കേരള നേതൃത്വ മുജാഹിദീന് കിട്ടിയാൽ കേരള നേതൃത്വ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടാൻ എന്നിട്ടോ എന്നാൽ രണ്ടാമത്തെ ദിവസം ഇവർ ചെയ്യുന്ന സൽക്കർമ്മം എന്താണ്? മദീനത്ത് പോയിട്ട് പച്ചക്കുമ്പ തകർത്താൽ. അപ്പൊ ഒന്നാമത്തെ ദിവസം ഒരു എന്താ പരിപാടി? കഅബ പൊളിക്കലായിരിക്കും. ഖിയാമത്ത് പൊളിക്കുന്ന ആൾ വരും ഹദീസിലുണ്ടല്ലോ. ശരിയൽ മൗലവിമാർ ചെയ്യുമായിരിക്കും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഈ കൊമ്പ പൊളിക്കുന്ന മൗലവിന്റെ ധൈര്യമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ കൊമ്പ പൊളിക്കുന്ന മൗലവിമാര് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും പറയുന്നത് എന്താണെന്നറിയോ? ഈ വർഗമെന്നാണ്. ആര്? നാദാവരത്തുമെന്ന് പ്രസംഗിക്കുന്ന സലഫി റസൂലുള്ളാഹിനെ സംബന്ധിച്ച് സഹാബത്തിനെ പറ്റിയും പറയുന്നത് ഈ വർഗം. എന്താ പറയാൻ കാരണം? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിനായിലെ മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളിയിലെ മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളി, മിനയിലെ പള്ളി, ഇനി ബഹുമാനമുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ ഈ 70 നബിമാരെ ഖബറുകളുണ്ട്. ഞാൻ നാദാവത്തിൽ പ്രസംഗിച്ചിരുന്നു. അതുപോലെ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ധാരാളം അമ്പിയാക്കളെ ഖബറുകളുണ്ട്. ഞാനത് നാദാവത്തിൽ പ്രസംഗിച്ചിരുന്നു. അന്ന് ഞാൻ ഉദ്ധരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഇമാം സർകസി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഞാൻ ഉദ്ധരിച്ചു. അതുപോലെ ഇമാം മുഹിബ്ബുദ്ദീന്റെ അതേ അത്തസ്രീഖു ഇലാ ബൈത്തുൽ അസീഖ് എന്ന ഗ്രന്ഥം, അതിന്റെ 21ാമത്തെ പേജിലും നിങ്ങൾക്ക് കാണാം. ആ ഗ്രന്ഥത്തിലൊക്കെ ഉള്ള ഒരു സംഗതിയാണ് മാബൈനൽ മഖാബിലെ റുക്നിലാ ബിജുദം സമാ ഇദൽ ഹിജ്രി ഖബറു സബഅത്തിൻ വസരീന നബിയൻ. 77 നബിമാരെ ഖബർ, 77 നബിമാരെ ഖബർ കഅബ ശരീഫിന്റെ തൊട്ടടുത്ത് സംസം കലത്തിന്റെയും അതുപോലെ ഇസ്മായിലിന്റെയും ഇടക്കുണ്ട്. ആ
ഹജ്ജിന്റെ സമയത്ത് സ്മരിക്കപ്പെടുന്നുണ്ട്. അത് ഞാൻ വിശദീകരിച്ചിരുന്നു. എന്നാ സഹോദര, അന്ന് തന്നെ ഞാൻ ഒരു ഹദീസ് പറഞ്ഞിരുന്നു. ആ ഹദീസിൽ എന്താ ഉള്ളത്? ഫീബത്തിൽ ഖൈഫി ഖബർ 70 നബിയ്യ, 70 നബിമാരെ ഖബർ മിനയിലെ മസ്ജിദുൽ ഖൈഫിലുണ്ട്. സഹോദരന്മാരെ ശരിക്കും മനസ്സിലാക്കണം, ഇത് പറഞ്ഞത് ഞാനല്ല, ഇത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതെ, ഇലാമു സാജിദിൽ ഉദ്ധരിച്ചത്, ഇലാമു സാജിദിൽ ബഹുമാനപ്പെട്ട ഇമാം ദർകശി ഉദ്ധരിച്ചത് ഹദീസാണ്. ഞാൻ ആ കിതാബ് തന്നെ ഒന്ന് കാണിച്ചതാണ്. ഇരിക്കട്ടെ, ഇന്നും എന്റെ കയ്യിലുണ്ട്. എന്നാ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത് മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരെ ഖബറുണ്ട്. ആ ഹദീസിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടോ, ഹദീസിന്റെ പണ്ഡിതന്മാര് പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങൾ പറഞ്ഞു, ഈ മസ്ജിദുൽ ഖൈഫി, മസ്ജിദുൽ ഖൈഫ് എന്ന മൂലയിലെ പള്ളിയിലുണ്ട് ഖബറു 70 നബിയ, 70 നബിമാരെ ഖബറുകളുണ്ട്. അത് ലോകപ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഇമാം ബസാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പരമ്പരയിലുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ച് അവിടുത്തെ ലോകപ്രശസ്ത ഗ്രന്ഥമായ മജ്മഉ പറയാണ്, ആ ഹദീസിന്റെ പരമ്പരയിലുള്ള മുഴുവൻ റിപ്പോർട്ടർമാരും വിശ്വാസയോഗ്യരാണ്. അങ്ങനെ വിശ്വാസയോഗ്യരായ ഇമാമുകൾ മുഖേന സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കേട്ടിട്ട് ഈ സമുദായത്തെ പഠിപ്പിച്ചൊരു കാര്യമാണ്, മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരുടെ ഖബറുകളുണ്ട്. ഇത് ഞാൻ നാദാപുരത്തെന്ന് പറഞ്ഞപ്പോ ആലപ്പുഴയിൽ പോയിട്ട് മൗലവി മനസ്സിലാക്കിയത്, ആലപ്പുഴയിൽ റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാൽ, സഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ അത് പേരോട് അറിയൂല എന്നാണ്. ആലപ്പുഴയിൽ പോയിട്ട് മോചനത്തിന്റെ സീഡി ഇറക്കുന്ന സ്ഥലത്ത് ആലപ്പുഴയിൽ പോയിട്ട് പറയാണ്, 70 നബിമാരെ ഖബർ മസ്ജിദുൽ ഖൈഫിലുണ്ടെന്ന് പഠിപ്പിച്ചിട്ട് നേരത്തെ മുറൂസുണ്ടാക്കുന്ന ഈ വർഗം, ഞാൻ ചോദിക്കുന്നു, 70 നബിമാരെ ഖബർ മസ്ജിദുൽ ഖൈഫിലുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലല്ലേ? അത് പഠിപ്പിച്ച സഹാബത്തല്ലേ? അത് ഹദീസിന്റെ കിതാബിലുള്ളതല്ല. അവരെ സംബന്ധിച്ച് ഈ വർഗമെന്ന് പറഞ്ഞല്ലേ, സലഫിയുടെ പ്രയോഗം ഈ വർഗമെന്നല്ലേ എന്ന് വെച്ചു കൊടുത്തവനെ. മസ്ജിദുൽ ഖൈഫിൽ 70ഓളം നബിമാരുടെ ഖബറുണ്ടെന്നാണ് എഴുതിവിട്ടിട്ടുള്ളത്. അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഹജ്ജിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലെ ചടങ്ങുകളെയും ഒക്കെ ഉറൂസും ആണ്ടുനേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം മസ്ജിദുൽ ഖൈഫിൽ 70ഓളം നബിമാരുടെ ഖബറുണ്ടെന്നാണ് എഴുതിവിട്ടിട്ടുള്ളത്. അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഹജ്ജിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലെ ചടങ്ങുകളെയും ഒക്കെ ഉറൂസും ആണ്ടുനേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം അപ്പൊ 70 നബിമാരെ ഖബറുണ്ടെന്ന് അതപ്പതിപ്പിച്ച വർഗം എന്നല്ലേ പറയുന്നത്? ഒരിക്കൽ 70 നബിമാരുണ്ടെന്നൊരു പേരോടിന്റെ വകയാണോ? 70 നബിമാരെ ഖബർ മസ്ജിദുൽ ഖൈഫിലുണ്ടെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലല്ലേ? അത് പഴയ സഹാബത്തല്ലേ? അത് ഹദീസിന്റെ കിതാബിലുള്ളതല്ലേ? അതിന്റെ പരമ്പരയുള്ള മുഴുവനാളുകളും യോഗ്യന്മാരാണെന്ന് രേഖപ്പെടുത്തിയ ഹദീസ് പണ്ഡിതന്മാരല്ലേ? അല്ലാഹുവിന്റെ റസൂൽ അടക്കം ഈ വർഗമെന്ന നിങ്ങളുടെ പ്രയോഗത്തിൽ പെട്ടില്ലേ? നിങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ കാണാത്തതുകൊണ്ട്, ഇമാമിങ്ങളെ കിതാബ് പഠിക്കാത്തതുകൊണ്ട്, കണ്ടത് പറയുന്ന പണ്ഡിതന്മാരോട് ദേഷ്യം പിടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങളോട് കാര്യം പറയട്ടെ, അല്ലാഹുവിന്റെ ഖുർആനെന്ന് നിങ്ങൾ പഠിക്കൂ. പറയൂ, വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യമല്ല. ഓരോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും പഠിക്കാതെ, ഒരു വിഷയവും മനസ്സിലാക്കാതെ എന്താണ് പ്രസംഗിച്ചു നിൽക്കുന്നത്? 70 നബിമാരെ ഖബർ മസ്ജിദുൽ ഖൈഫ് എന്ന പള്ളിയിലുണ്ടെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലല്ലേ? അതല്ലേ ആ വർഗമെന്നല്ലേ റസൂലുള്ളാഹി സഹാബത്തിനെ കുറിച്ച് പ്രയോഗിച്ചത്? ഞാനില്ലാഹു ഇല്ലാഹു റാജിഊൻ. ഇതെന്ത് മതമാണ് സഹോദരന്മാരെ? ഇതിൽ നിന്ന് മോചനം ആവശ്യമല്ലേ? ഇതിൽ നിന്ന് മോചനം ആവശ്യമല്ലേ? മുസ്ലിമീങ്ങൾ എന്നത്തെ ദൈവത്തിന് ചിന്തിക്കുന്നു. അതിനയ്യത്തൊക്കെ നിസ്കരിക്കുമ്പോഴല്ല, ചിന്തിക്കുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മൗലവി പറയുന്നു, മുസ്ലിയാക്കന്മാര് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അതും വെച്ചിട്ടവനെ ഉമ്മാരോടാണ്. ഉമ്മമാരെ തിരിച്ചറിഞ്ഞോ, നിങ്ങളുടെ ശത്രുക്കളാണ് ഈ മുസ്ലിയാക്കന്മാർ.
നിങ്ങളുടെ ശത്രുക്കളാണ്. അപ്പോ നിങ്ങൾ കേട്ടോ, ഉമ്മമാരോട് മൂപ്പരാൾ പ്രത്യേക ഒരു ഭയം, നിങ്ങളെ ശത്രുക്കളാണ് ഈ മുസ്ലിയാക്കന്മാര്. എന്നാലും മുസ്ലിയാക്കന്മാർ തന്നെ ഒരാളും രണ്ടാളെന്നല്ല. ഈ കെ അബൂബക്കർ മുസ്ലിയാര് ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരു വലിയ പണ്ഡിതനാണ്. അള്ളാഹു ഈ കെ അബൂബക്കർ മുസ്ലിയാർ ഉള്ളാറും തങ്ങൾ അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് കൊടുക്കണം. അങ്ങനത്തെ ആലിമീങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവര് പേരെടുത്ത് പറഞ്ഞിട്ട് പറയാണ് ശംസുൽ ഉലമ കൊണ്ടുവന്ന നരകത്തിലേക്കാണ്, താജുൽ ഉലമ കൊണ്ടുവന്ന നരകത്തിലേക്കാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നരകത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നരകത്തിന്റെ അവകാശിയാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശംസുൽ ഉലമയെ തള്ളുക, താജുൽ ഉലമയെ തള്ളുക, ഖമറുൽ ഉലമാമാരെ തള്ളുക. ശംസും ഖമറും നജുമും താജുകളുമൊക്കെ നമ്മെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നാകാൻ നിങ്ങൾ. അപ്പോ മർഹൂം ശംസുലുലമയും താജുലുലമയും ഖമറുലൊക്കെ നരകത്തിലേക്ക് കൊണ്ടുവന്നു, സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നൊരു. എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത് ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഈ മൗലവിമാർ, ആ മൗലവിമാർക്ക് അതുകൊണ്ടൊന്നും മതിയായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയെ മുന്നേ കുറ്റം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയെ മുന്നേ അതാ നരകത്തിലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ കുറിച്ച് വേദനിപ്പിക്കുകയാണ് മൗലവിമാർ. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. ശരിക്കില്ല. സ്വന്തം മാതാവ് ഇസ്തിഗ്ഫാർ അള്ളാഹിനോട് അനുവാദം ചോദിക്കും. സ്വന്തം മാതാവ് ആമിനാബി ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അനവധിപ്പെട്ട ആമിനാബി റളിയല്ലാഹു അൻഹാ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ത് പറ്റിക്കുന്നു. എവിടെ നോക്കിയാലും വായും അരിയും ദാനം എടുത്തത്. ഹദീസിൽ റസൂൽ പറയാണ്, റസൂൽ പൊട്ടിക്കരയും ആമിനാബിയുടെ കബറിന്റെ അടുത്ത് റസൂൽ പൊട്ടിക്കരയുന്ന സഹോദര പറഞ്ഞു, സാഹത്തെ ഞാൻ എന്റെ വണ്ടിയോട് എന്റെ ഉമ്മാക്ക് ഇസ്തിഗ്ഫാറിന് വേണ്ടി പാപമോചനം തരട്ടെ എന്ന് ചോദിച്ചു. എനിക്കനുവാദം കിട്ടിയില്ല, എനിക്കനുവാദം കിട്ടിയില്ല. സഹാബത്തെ ഞാൻ എന്റെ ഉമ്മാന്റെ കബർ സിയാറത്ത് ചെയ്തു കൊള്ളട്ടെ എന്ന് ചോദിച്ചു. എനിക്കനുവാദം കിട്ടി. ഉമ്മാന്റെ കബർ സിയാറത്തിന് ചെന്നപ്പോ ഓർക്കലിന് ചോദിക്കാൻ സമ്മതം കൊടുത്തില്ല മൗലവിമാർ പറയാറുണ്ട്. അതിനെ സംബന്ധിച്ച് ഇമാമികൾ പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹു പറയുന്നു, അത് പ്രത്യേകം ചില മസ്ലഹത്തിന് വേണ്ടി അങ്ങനെ അല്ലാഹു തആല അപ്പോൾ അനുമതി കൊടുക്കാതിരുന്നതാണ്. പല മസ്ലഹത്തുമുണ്ട്. എന്താണൊന്ന് ഞാൻ പറയാം. സാധാരണക്കാർക്ക് മുതലിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അബൂബക്കർ സിദ്ദീഖ് നിങ്ങളൊക്കെ റളിയല്ലാഹു അൻഹു എന്നല്ലേ പറഞ്ഞു? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ റളിയല്ലാഹു അൻഹു? അബൂബക്കർ സിദ്ദീഖിന് അത് പുറത്തു കൊടുക്കട്ടെ നിങ്ങൾ ആരും പറഞ്ഞോ? ഇല്ലാതെ പറയാനേ. കാരണം സിദ്ദീഖുൽ അക്ബർ അല്ലാഹുവിന് പുറത്തു കൊടുക്കട്ടേനല്ല വരേണ്ടത്. ഇതിന്റെ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ സിദ്ദീഖിനെ പറയണ്ടേ. പുറത്തു കൊടുക്കട്ടേനാണ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ധാരണ വരാൻ സാധ്യത. അങ്ങനത്തെ ഒരു സാധ്യത പോലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പാടില്ല. എന്ത് പറയണം? റളിയല്ലാഹു അൻഹു പറയണം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉമ്മ, ആ ഉമ്മക്ക് പൊറുക്കല്ല ചോദിക്കാനാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ പൊറുക്കല്ല ചോദിക്കാൻ തെറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. തെറ്റി അതാൾക്ക് പിന്നെ പൊറുക്കല്ല ചോദിച്ചിട്ട് എന്തോ ഒരു കുറ്റക്കാരിയാണെന്ന് വന്നാൽ പറ്റുമോ? അങ്ങനെയുള്ള പല മസ്ലഹത്തുകളും. അപ്പോൾ പൊറുക്കല്ല ചോദിക്കാൻ അനുമതി കൊടുക്കാത്തതിന്റെ പിന്നിലുണ്ടാകും. അതാണ് ഇതിലേക്ക് പറഞ്ഞത്. അത് ചില മസ്ലഹത്തിന് വേണ്ടിയാണ് പറയാതിരുന്നത്. എന്നാൽ മുജാഹിദുകൾ സാധാരണ ഖുർആൻ ഓതിയിട്ടല്ലേ പറയാൻ വേണ്ടി ശ്രമിക്കാറ്. പറയുന്നത് ദുർവ്യാഖ്യാനമാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങളെ കണ്ണും പിന്നിലെ ഒരായത്തിൽ എന്താ ആയത്തിലുള്ളത്? നബിയേ, ബാപ്പക്കും ഉമ്മക്കും റഹ്മത്ത് ചെയ്യണമെന്ന് പറയൂ നബിയേ. ബാപ്പക്കും ഉമ്മക്കും റഹ്മത്ത് ചോദിക്കാൻ കൽപ്പിക്കുന്ന വാക്യാർത്ഥം വരുന്ന നിങ്ങളെ കണ്ണുമ്പിലെ എന്നിട്ടെന്റെ മൗലിമാർ അത് കാണാതെ പോയത്. എന്നിട്ട് ഈ ഹദീസ് അതിന്റെ ശരിയായ വ്യാഖ്യാനം ഇമാമുകൾ പറഞ്ഞു തള്ളിയിട്ട് അപ്പയും പറയും നരക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബാപ്പയും നരകത്തിലാണെങ്കിൽ
ഇവര് വാദിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കാനല്ലേ മുസ്ലിം ഉമ്മത്തിന് ഇസ്ലാമിന്റെ വിരോധികളെ മുമ്പിൽ നിങ്ങളെ നബിയുടെ കാര്യം നിങ്ങളിങ്ങനെ പറയുന്നു, ആ നബിയുടെ ബാപ്പന്റെ നരകത്തിലല്ലോ എന്ന് മുസ്ലിം വിരോധികളെ കൊണ്ട് തോൽപ്പിക്കാനും ഇവര് ഉണ്ടാകുന്ന വാദങ്ങളെന്ന് മുസ്ലിമീങ്ങൾ ശരിക്കും നിഷ്പക്ഷമായി ചിന്തിക്കണം. എന്റെ സഹോദരന്മാരെ, ഇത് പറഞ്ഞ മൗലവിന്റെ പേരാണ് മുജാഹിദ് അലിശ്ശേരി. ആ പേരെന്നോടായിരുന്ന എന്നത് പറയാനായിട്ട് ദോഷം. ഒരു സാധനത്തിന്റെ പേരുണ്ടെങ്കിലായി ആ മൗലവി അയാൾ പക്ഷെ ഒരു സംഗതി പറയുന്നുണ്ട്. എന്തറിയോ, നിങ്ങൾ ഒരൊറ്റ മൗലവിനെ വിശ്വസിക്കരുത്, എന്നെ വിശ്വസിക്കരുത്. അയാളെന്താ പറയുന്നു? അത് കേട്ടോട്ടെ. പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്? വിശ്വസിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, ഇവർക്ക് എന്തും പറയാം. നാലാമത് സെലഫി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വേലക്കാൻ വന്ന പെണ്ണുങ്ങളോടൊക്കെ റസൂൽ എന്ന് പറഞ്ഞു മുമ്പയും മുഖവും ഒറ്റ മറക്കണം. മുമ്പയും മുഖവും ഇങ്ങനെ മൗലവിമാർക്ക് കാണാൻ വേണ്ടി കാണിക്കണം. മുമ്പയും മുഖവും ഒഴിച്ചു മറക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മൗലവി അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? റസൂലുള്ളാഹിന്റെ ഒരു കള്ളം പറയല, ആ ഹദീസ് ഒന്ന് കൊണ്ടുവാ, ഒന്ന് കാണിച്ചു തരൂ, സ്ക്രീനിൽ വെച്ചിട്ട് ഒന്ന് കാണിച്ചു. എത്ര കാലായി ഞാൻ വെല്ലുവിളി കഴിച്ചിട്ട് ഈ കഴിഞ്ഞ റമദാന്റെ മുമ്പ് വെല്ലുവിളിച്ചു. കഴിഞ്ഞ റമദാനല്ല, അതിന്റെ മുമ്പ് മൗല എത്ര പേട്ടും പോകും പോയി. ഹദീസ് കാണിച്ചോ? ഹദീസ് കാണിക്കൂല. മൗലവി വെറും ഇത് കാണിക്കണ്ടേ എന്ന് വെച്ചിട്ട് അവരാ ഞാൻ വെല്ലുവിളിച്ചു. റസൂലുള്ളാഹിന്റെ കള്ളം പറയുന്നത് എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാക്കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. മുൻകൈയും മുഖവുമൊഴികെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന ഇസ്ലാമിന്റെ വേഷത്തെ സംബന്ധിച്ച് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒരൊറ്റ തവണയെന്ന് ക്ലാസ് കൊടുത്തപ്പോഴേക്ക് മജ്‌ലിസിൽ ക്ലാസ് കേൾക്കാൻ വന്ന സർവ്വ സഹാബാ പെണ്ണുങ്ങളും ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയതെന്ന് ചരിത്രത്തിൽ കാണാം. കണ്ടോ? റസൂലുള്ളാഹിന്റെ സദസ്സിൽ ക്ലാസ് വെക്കാൻ വന്നവരോട് നബി പറഞ്ഞു മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? മുങ്കയും മുഖവും അങ്ങോട്ടും ഒഴിവാക്കി കളഞ്ഞു. എന്നിട്ട് ഇസ്ലാമിന്റെ വേഷം ആക്കിയിട്ട് പോയിന വന്ന ആളുകൾ ഇങ്ങനെ മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് നബി പറയുകയും എന്നിട്ട് ആ ക്ലാസ്സിൽ സ്ത്രീകൾ മുങ്കയും മുഖവും ഒഴിച്ചു മടക്കി പോവുകയും ചെയ്ത സംഭവം അത് ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിലാണ് ഉള്ളത്? അത് മൗലവി വായിച്ച് ഇതുപോലെ സീഡിയിൽ അല്ല നിങ്ങളുടെ സ്ക്രീനിൽ വെച്ച് കാണിച്ചു തരണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. കാണിച്ചോ? കാണിക്കണേ ഇല്ലാത്ത കളിക്കോ? മൗലവിമാർ നാവിനൊക്കെ പറയുന്നേ. ഈ മൗലവിമാരിൽ മോചനം വേണ്ടേ? ഇനി സഹോദരന്മാരെ, നമ്മളെ മറ്റേ മൗലവി പറയുന്നത് ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കുകൾ. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കായി പോയത്? കാരണം എന്താ? നമ്മുടെ സക്കറിയ സ്ലാഹി വളരെ വിശദമായി ഇരിക്കുന്നത്. മദീനത്ത് പോകുന്നു, മഖ്ബറെ പോകുക, അതന്നെ അത് വെച്ചിട്ടവനെ തൊട്ടപ്പോ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ആദ്യം വലിയൽ കൂപ്പിന്റെ ജാറത്ത് പോയി, അവിടുന്ന് കുഞ്ഞിപ്പള്ളിയിൽ പോയി, അവിടുന്ന് കോഴിക്കോട് വടകര പോയി, അവിടുന്ന് കോഴിക്കോട് ഷെയ്ഖിന്റെ പള്ളിയിൽ പോയി, അവിടുന്ന് മമ്പറത്ത് പോയി, അവിടുന്ന് പുത്തമ്പള്ളിയിൽ പോയി, അവിടുന്ന് പാലക്കാട് മഞ്ഞക്കുളം പോയി, അവിടുന്ന് നാഗൂരിൽ പോയി, ഏറുവാടി പോയി, അപ്രാപ്പാളയം പോയി, അങ്ങനെ അജ്മീറിൽ പോയി, എന്നിട്ട് നേരെ ഇറാഖിൽ പോയിട്ട് കർബലയും അതുപോലെ തന്നെ മൊയ്തീൻ ഷെയ്ഖിന്റെ ജാറൊക്കെ ചുറ്റിട്ട് നേരെ മദീനത്തേക്ക്. അതിന് നമ്മള് ട്രാവൽസ് ഒരു പേരിട്ടുണ്ട്, സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ. സിയാറത്തും ടൂറും പാക്കേജും ഉണ്ടാവും, ഹജ്ജ് മാത്രം കിട്ടൂല. ഹജ്ജ് മാത്രം കിട്ടൂല, അതതിന്റെ പ്രത്യേകത. പാക്കേജുകാരന് പൈസ കിട്ടും, സിയാറത്ത് നടക്കും, ചിർക്കിൽ നിന്ന് ചിർക്കിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, സിയാറത്ത് നടക്കും, ചിർക്കിൽ നിന്ന് ചിർക്കിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മഹാന്മാരെ മക്ബറൊക്കെ സിയാറത്ത് ചെയ്ത് മദീനത്ത് കൂടി പോയാൽ ചിർക്കിൽ ചിർക്കിലേക്ക് പൂർത്തിയായി. സിയാറത്തിൽ ചിർക്ക ആരാ പറഞ്ഞത്? സിയാറത്തിൽ പോലെ ചിർക്കാണ്. എന്താണ് സുബ്ഹാനല്ലാഹ്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? എന്നാലേ സക്കരിയാസരായി പ്രസംഗിക്കുമ്പോൾ ഇവിടെ എന്തോ ഒന്ന് പോയി പരിചി വെച്ച് കാണുന്നുണ്ട്, അള്ളാഹ്ക്കറിയാം. എന്നാലേ ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ആർപ്പഴയിൽ വെച്ച് മൗലവി പറയാണ് രോഗശമനുണ്ടായപ്പോ അമ്പിയാക്കൾക്ക് അള്ളാഹിനോടാ തേടിയത് കൊണ്ട് അള്ളാഹിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ. എന്നാ സഹോദര,
അമ്പിയാക്കൾ അള്ളാഹുവിനോട് തേടിയിട്ടില്ലെന്ന് നമുക്കാർക്കും ബാധമില്ല. അമ്പിയാക്കൾ അള്ളാഹുവിനോട് തേടിയതിന്റെ പുറമെ അമ്പിയാക്കളോട് വന്നിട്ട് അനുയായികൾ രോഗമുള്ള സമയത്ത് ഒരുപാട് ആവലാതി പറഞ്ഞിട്ടില്ലേ, തേടിയിട്ടില്ലേ, അവർ പറഞ്ഞു കൊടുത്തിട്ടില്ലേ, അവർ ശുപാർശ പറഞ്ഞ് രോഗം മാറുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അവന് വെച്ചുകൊടുത്താമോനെ. രോഗം ശിഫയാക്കാൻ പ്രവാചകന്മാർ അവനോടാണ് തേടിയത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സക്കരിയ നബിയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും സന്താനത്തെ കിട്ടാൻ അള്ളാനോടല്ലേ തേടിയത്. ആ വഴിയാണ് മുസ്ലിമെ നീയും സ്വീകരിക്കേണ്ടത്. സന്താനത്തെ നൽകാൻ അള്ളാനെ കൊണ്ടല്ലാതെ കഴിയില്ല. രോഗം സുഖപ്പെടുത്താൻ അള്ളാഹുവിനല്ലേ കഴിയൂ. അതുകൊണ്ട് അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ. ഒരു രോഗം സുഖപ്പെടുത്താൻ അള്ളാഹുവിനല്ലേ കഴിയൂ, അതുകൊണ്ട് അള്ളാഹിനോടല്ലാതെ പറയാൻ പാടില്ല. മൗലവി, രോഗം സുഖപ്പെടുത്താൻ അള്ളാഹുവിനെ സ്വന്തം കഴിയൂ, സ്വയം അള്ളാഹുവിനെ കഴിയൂ. അതേസമയത്ത് രോഗശമനത്തിന് കാരണങ്ങൾ അല്ലാഹു തആല ഇവിടെ എന്തെല്ലാം വെച്ചിട്ടുണ്ട്, അതിൽ എന്തെല്ലാമുണ്ട് രോഗശമനത്തിന് കാരണമായി? മരുന്നുണ്ട്, മുഅ്ജിസത്തുണ്ട്, കറാമത്തുണ്ട്, ബറക്കത്തുണ്ട്. ഒന്ന് നോക്കൂ, പരിശുദ്ധ ഖുർആൻ മറിച്ചിട്ട് യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ 2 കണ്ണിനും കാഴ്ചയ്ക്ക് പ്രയാസം വരുന്നു. യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ഖുർആൻ എന്താണത്? اذهبوا بقميصي هذا فألقوه على بني أبي يأت بصيرا. നബിയായ യൂസുഫ് അലൈഹിസ്സലാം ഒരു കുപ്പായം കൊടുത്തേക്കുകയാണ്. ഈ കുപ്പായം കൊണ്ടുപോയി നിങ്ങൾ ബാപ്പാന്റെ മുഖത്തും ഇട്ട് കൊടുക്കൂ. ബാപ്പ കണ്ണിന് കാഴ്ചയുള്ളവരായി വന്നോളൂ. അപ്പൊ വെറും അല്ലാഹുവോട് പ്രാർത്ഥിക്കൽ മാത്രമാണോ രോഗശമനത്തിനുള്ള മാർഗം? അമ്പിയാക്കളുടെ കുപ്പായം കൊണ്ടുപോയി മുഖത്തേക്ക് അമ്പിയാക്കളുടെ കണ്ണിന്റെ രോഗം മാറിയിട്ടില്ല. അത് ഖുർആനിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് വെള്ളം കിട്ടുന്നില്ല. മൂസാ നബിയുടെ അനുയായികൾ എന്ത് ചെയ്തു? ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാമിനെ നമ്മൾ വഹി അറിയിച്ചു. മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടി. എന്ത് ശിർക്ക്, എന്ത് ശിർക്ക് തറാഹത്തുണ്ടോ എന്നല്ലേ ശിർക്ക്? മൂസാ നബിയോട് വെള്ളത്തിന് തേടുന്നു മൂസാ നബിയുടെ അനുയായികൾ. അള്ള എന്താ പറയുന്നത്? മൂസാ നബിയെ എല്ലാവരും അങ്ങനെ കുട്ടേക്ക് വിളിച്ചോ, പിന്നെ വയനാട് പോയിക്കോട്ടെ എന്നല്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ള പറയുന്നു, മൂസാ നബിയെ നിങ്ങളോട് വെള്ളത്തിന് തേടി അല്ലേ? മൂസാ നബിയോട് തേടിയപ്പോൾ മൂസാ നബി എന്ത് ചെയ്തു? അത് നോക്കണല്ലോ. അതാ ഉള്ളം പറയുന്നത്, മൂസാ നബിയുടെ അനുയായികൾക്ക് വേണ്ടി മൂസാ നബി അള്ളാഹുവോട് തേടി. മൂസാ നബിയോട് അനുയായികൾ തേടി, മൂസാ നബി അനുയായികൾക്ക് വേണ്ടി അള്ളാഹുവോട് തേടി. അള്ള പറയുന്നു, മൂസാ നബിയെ അനുവദിച്ചാക്കൽ ഹജറു, നിങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് പാറ കടിക്കൂ. കല്ലിലടിക്കുന്നു. 12 തോടുകളതാ തീർക്കുന്നു. മൂസാ നബിയോട് തേടിയത് മോശമായി നല്ല പറഞ്ഞു ഇല്ല. മൂസാ നബി പറഞ്ഞു ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇല്ല. സഹാബത്ത് പറഞ്ഞു ഇല്ല. അല്ലാഹു തആല വെള്ളം കൊടുക്കാൻ, വിജയത്തിന് വെള്ളം കൊടുക്കാൻ ഓർഡർ ചെയ്യുകയാണ്. ഖുർആൻ ഇങ്ങനെയല്ലേ പഠിപ്പിച്ചത് സഹോദരന്മാര്? ഇതുകൊണ്ട് തന്നെയല്ലേ ഇനി നിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നോക്കൂ. ഈസാ നബിയെ യഹൂദികൾ കൊല്ലാൻ നോക്കുന്നു, ആരും രക്ഷിക്കാനില്ല. സന്നിഗ്ധഘട്ടമാണ്. എന്താ ഈസാ നബി ചെയ്ത തെറ്റ്? ഈസാ നബി തൗഹീദ് പ്രഖ്യാപിച്ചതാണ്. ഇന്നല്ലാഹ റബ്ബീ വ റബ്ബുക്കും, അല്ല നിങ്ങളെയും എന്റെയും റബ്ബാണ് ജനങ്ങളെ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ. ഹാദാ സിറാത്തുൽ മുസ്തഖീം, ഇത് നേരെ ചൊവ്വയുള്ള വഴിയാണ്. ഇതെന്ന് പറഞ്ഞപ്പോ യഹൂദികൾ ഈസാ നബി ഇസ്ലാമെ കൊല്ലാൻ നോക്കുകയാണ്. അവിശ്വാസികൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭരിക്കാനുള്ള പരിപാടിയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അത് ബോധ്യപ്പെടുകയാണ്. അത് അവരുടെ സത്യനിഷേധം ബോധ്യപ്പെടുകയാണ്. ഉടനെ ഈസാ നബി ഇസ്ലാം ഇസ്തിഗാസ ചെയ്യുകയാണ്. ഖാലമൻ അൻസാരി ഇലല്ലാഹ്, ഖാലമൻ അൻസാരി ഇലല്ലാഹ്,
മുജാഹിദിന്റെ ചെറിയമണ്ടത്തിന്റെ പരിഭാഷ 93 പേരെന്ന് നോക്കൂ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇസ്തിഗാസ കാണാം. അതാ എന്നിട്ട് ഈസാക്ക് അവരുടെ നിഷേധ സ്വഭാവം ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിങ്കിലേക്ക് എന്റെ സഹായികളായി ആരുണ്ട്? അള്ളാഹുവോട് സഹായം ചോദിച്ചു എന്നല്ല അവിടെ ഖുർആനിലുള്ളത്. അവിടെയുള്ളത് ഈസാ നബി അലൈഹിസ്സലാം സൃഷ്ടികളോട് സഹായം ചോദിക്കുകയാണ്. ആരും തന്നെ സഹായിക്കാൻ അള്ളാഹുവോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന ഈ മുജാഹിദിന്റെ വാദം ഖുർആനിൽ നിന്നാണ്, ഹദീസിൽ നിന്നാണ്. അമ്പിയാക്കൾ കന്യമാണ്. അമ്പിയാക്കൾ എത്രയോ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അതിവിടെ ആരും എതിരല്ലെന്ന് മാത്രമല്ല, നമ്മളല്ലേ അള്ളാഹിനോട് ദുആ ചെയ്യാറുള്ളത്. അല്ലാഹുമ്മ അല്ലാഹുമ്മ എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു സലാത്തും ചൊല്ലിയിരിക്കുന്നത് ഞങ്ങൾ കൈയേർത്തി ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാതെ കയ്യും താഴ്ത്തിയിട്ട് വിരാമകൃത്തിനെ പോലെ ഇരിക്കുന്നവരല്ലേ പല മുജാഹിദുകളും സഹോദരന്മാരെ. ആരാണ് അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടെന്ന് പറഞ്ഞത്? ഈ അടുത്ത് സുബ്ഹാനല്ലാഹ് ഒരല്ലിറുഫാദ് മൗലവിമാര് വായിക്കാം. അതിൽ നമുക്ക് തിരുനബിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹിക്ക് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹുവിലേക്കുള്ള കവാടമാണ് അവിടുന്ന് എന്നൊരു വാചകം അവരെടുത്ത് ഉദ്ധരിച്ചിട്ട് മൗലവിമാര് അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല എന്നാ സുന്നികൾ പറയുന്നത്. നല്ല കോളായി സുന്നികൾ ശരിയില്ലേ? ഇതിന് സിറാത്തുൽ മുസ്തഖീം എല്ലാ സുന്നികളും 5 സർവ്വത്തിന് സുന്നത്തുകാരും റജീസ്കാരും പറയാറില്ലേ? അല്ലാഹുമ്മ സല്ലി മാ ഖദ്ദംതു വമാ അഖർതു പറയാറില്ലേ? റബ്ബി സല്ലി വറഹ്മനി പറയാറില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് അലീം പറയില്ലേ? നിസ്കരിച്ചതിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്താറില്ലേ? ഒജീവിച്ചാൽ ദ്വാരക്കാറില്ലേ? മരിച്ചവരെ ദ്വാരക്കല്ലേ? ഇതൊന്നും പറ്റില്ല. ഇവരല്ലേ അള്ളാഹുവിനോട് കേൾക്കാൻ പാടില്ല? എവളാണെങ്കിലും അള്ളാഹുവിനോട് കേൾക്കാൻ പാടില്ല. അല്ലിറുഫാദിൽ വന്ന ഒരു പ്രശ്നം ഞാൻ അതിന്റെ കീഴ്പ്പെടുത്തി നിങ്ങൾക്ക് പൈസയെ ഇത് കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിൽ വന്ന പ്രശ്നത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ വന്ന പ്രശ്നം അത് തീർച്ചയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പ്രശ്നം സംഭവിക്കുക സാധാരണ ചിലപ്പോൾ എഡിറ്ററുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമ്പോഴേക്ക് ആകെ സുന്നികളിൽ ആരോപണം പറയാൻ. സഹോദരന്മാരെ, ഇതിലവരുടെ വേറെ ചില വ്യക്തികളുണ്ട്. ഞാൻ അദ്ദേഹത്തോടെ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഇരിക്കട്ടെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഓർമ്മിക്കുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന നമ്മൾ അമ്പിയാക്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. നമ്മളും ദുആ ചെയ്യാറുണ്ട്. അമ്പിയാക്കൾ മഹാന്മാരോട് സഹായം ചെയ്തിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഹവാരികളുള്ള മഹാന്മാരോട് ചെയ്തിട്ടുണ്ട്. അതല്ലേ ഈ ആയത്തിന്റെ തഫ്സീറിൽ സബരി 3286 കാണാം. വാറാദു ഖത്ലഹു, ഈസാ നബി കൊല്ലാൻ അവിശ്വാസികളെ ഉപദേശിച്ചു. അതേ അപ്പോഴാണ് ഈസാ നബിയുടെ അനുയായികളായ ഹവാരികളെന്ന് പറയുന്ന സമയത്ത് വിളിച്ച് ഈസാ നബി സഹായം തേടി. അമ്പിയാക്കൾ അതാ മഹാന്മാരെ വിളിച്ച് തേടിയത് ഖുർആനിൽ എത്രയുണ്ട്? അമ്പിയാക്കൾ അനുയായികൾ അമ്പിയാക്കൾ വിളിച്ച് തേടിയത് ഖുർആനിൽ എത്രയുണ്ട്? ഹദീസിൽ എത്രയുണ്ട്? അത് സുരുഖും കുറ്റതാണെന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ സുരുഖ് ചെയ്തുകൊണ്ടല്ലേ? സഹാബത്ത് സുരുഖ് ചെയ്തുകൊണ്ടല്ലേ? അമ്പിയാക്കൾ സുരുഖ് പഠിപ്പിച്ചുകൊണ്ടല്ലേ? ഇതിന്റെ അർത്ഥം അതുകൊണ്ടാ ഇമാം സുരുഖിറലിയല്ലോ എന്ന് പറഞ്ഞത്. നീ ഉറപ്പിച്ച് മനസ്സിലാക്കണം أنه يجوز ويحسن التوسل والاستغاثة والتشفع بالنبي صلى الله عليه وسلم إلى ربه سبحانه وتعالى. അള്ളാഹുവിന്റെ റസൂലിനെ അടയാളമാക്കി പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടലുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ സ്വാർത്ഥത്ത് വിളിക്കലുന്നു. അത് ഇത്തരം കാര്യങ്ങൾ പുണ്യകർമ്മമാണ്. അത് അനുവദനീയമാണ്, പുണ്യകർമ്മമാണ്. അതിൽ മനസ്സിൽ ഉറപ്പിക്കണം. ذلك لحسنه من الأمور المعروفة لكل ذي دين المعروفة للأنبياء والمرسلين وسير سلف الصالحين والعلماء والأبرار من المسلمين. സർവ മുസ്ലിമീങ്ങളും ആലിമീങ്ങളും സജ്ജനങ്ങളും സലഫ്സാദികളായ മഹാന്മാർ അമ്പിയാക്കളും മുർസലീങ്ങളും ചെയ്ത പണിയാണ്. അതിലൊരു പണ്ഡിതനും തർക്കമുള്ളവനും ഗുരുഹരും ദാരികരും അഭിയാൻ
ഒരു മതവിശ്വാസിയും അതിനെതിരെ സംസാരിച്ചിട്ടില്ല. ഒരു കാലത്തും അതിനെതിരെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. അത് അല്ലാതെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞ് 600 കൊല്ലം കഴിഞ്ഞ് പഠിച്ച ഒരു പണ്ഡിതൻ ഇബ്നു തൈമിയ ഇമാം സുബ്കിയുടെ കാലക്കാരനാണ്. തന്റെ കാലക്കാരനായ ആ പണ്ഡിതനെ വിമർശിച്ചുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്, ഇബ്നു തൈമിയ വരുന്നത് വരെ ആരും അതിനെതിരെ സംസാരിച്ചിട്ടില്ല. വിവരമില്ലാത്ത ദുർബലന്മാരായ ബുദ്ധിയില്ലാത്ത ചില ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചില സംസാരം ഇബ്നു തൈമിയ സംസാരിച്ചു. മുൻഗാമികളായ ഒരു മഹാനും പറയാത്ത പുതിയ വാദം അദ്ദേഹം പുത്തൻ വാദം ഉന്നയിച്ചു. ഇമാം സഖാഫ് എന്ന ഗ്രന്ഥത്തിന്റെ 171 പറയുന്നു. ഒരു ചെറിയ സംഗതിയാണോ തങ്ങളെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട വ്യാഖ്യാനമില്ല ലക്ഷക്കണക്കിന് ഹദീസ് മനഃപാഠം പഠിച്ച ഇതിന്റെ സ്ഥലം വിളിച്ചു ചൊല്ലിയത് എന്ത് പറഞ്ഞു നീണ്ട പദ്യം ചൊല്ലിയിട്ട് ആഖിറവും ദുനിയാവും തങ്ങളെ കൊണ്ട് രക്ഷപ്പെടണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടിയ എത്രയെത്ര പദ്യങ്ങളാണ്. അത് ഞാൻ എന്റെ കടവത്തിലുള്ള പ്രസംഗത്തിലും മറ്റും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ മഞ്ചേശ്വരത്ത് വെച്ച് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് അതാ ഒന്നും പറയാൻ മൗലവിമാർക്ക് സാധിച്ചില്ലല്ലോ. അങ്ങനെ ഇബ്നു ഹജർ എവിടെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ കിതാബ് ഞാൻ മധ്യസ്ഥന്മാരെ മുന്നിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പരിശോധിക്കാൻ മൗലവിമാർ തയ്യാറായില്ലല്ലോ. ഇനി സഹോദരന്മാര് അപ്പൊ പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടാവും, ഈ അബൂജഹലും കക്ഷികളൊക്കെ ലാത്തനേസിനൊക്കെ വിളിച്ചില്ലേ, ലാത്തനെയും മുസനെയൊക്കെ വിളിച്ചില്ലേ? ലാത്തനെയും വിളിച്ചത് എങ്ങനെയാ വിളിച്ചത്? യാ റസൂലല്ലാ, യാ നബിയല്ലാഹ്, നബിയാണ് വലിയാണ് വിചാരിച്ച അമ്പിയാക്കളെ വലിയാക്കളെ വിളിച്ചതാ. യാസീൻ സൂറത്തും ഓതിയാലേ മനസ്സിലാവൂലേ അവരാര്യാ വിളിച്ചത്? ഖുർആനിലെന്താ അല്ലാഹു പറഞ്ഞത്? വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ ലാ യസ്തഖിയൂന നസ്റഹും വഹും ലഹും ജുൻദുൻ മുഹ്ദറൂൻ. അബൂജഹലും കക്ഷികളും വിളിച്ചത് ദൈവങ്ങളാണെന്ന വിശ്വാസത്തോടെ സഹായത്തിന് വിളിച്ചതാണ്. ഇനി ഞാനതിന്റെ അർത്ഥം പറഞ്ഞ് തെറ്റിപ്പോണ്ട. കേരളത്തിന്റെ ഖുർആൻ പരിഭാഷ വായിച്ചു കേൾപ്പിക്കുക, കേട്ടോളൂ. അല്ലാഹുവിന് പുറമെ അവർ പല ആരാധ്യന്മാരെയും സ്വീകരിച്ചിരിക്കുകയാണ് അവർ സഹായിക്കപ്പെടുവാൻ വേണ്ടി. അപ്പൊ അബൂജഹലും കക്ഷികളും സഹായത്തിന് വേണ്ടി ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുകയാണ്. ആരാധ്യന്മാരെന്ന വിശ്വാസത്തിൽ വിളിക്കുകയാണ്. അള്ള പറയുന്നില്ല അവർ ആരാധ്യന്മാർക്ക് ഇവരെ സഹായിക്കുവാൻ സാധിക്കുകയില്ല. ആരാധ്യന്മാർക്ക് സഹായിക്കാൻ കഴിയുന്ന ഉറപ്പല്ലേ? കാരണം ആരാധ്യന്മാരാണെന്ന വിശ്വാസത്തോടെ വിളിച്ചാൽ അള്ളണ്ടോ പിന്നെ അവർക്ക് സഹായം കൊടുക്കുന്നു? അള്ളണ്ടോ കൈ കൊടുക്കുന്നു? ഇനി സഹോദരന്മാര് ഒറ്റക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നിങ്ങൾ മനസ്സിലാക്കണം, മൗലവി ആലപ്പുഴ എന്ന് പറയുന്നത് ഒരൊറ്റ തരീഖത്തും ശരിയല്ല. ഖാദിരിയ തരീഖത്തും പറ്റില്ല, റിഫായി തരീഖത്തും പറ്റൂല. അത് മൗലവിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഖാദിരിയ തരീഖത്തും റിഫായി തരീഖത്തും ഒക്കെ പറ്റും, പക്ഷെ അതിന്റെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഇവിടെ. ഞാൻ ഈ അടുത്ത് കക്കാടിന്റെ തരീഖത്തും മഅദനിയുടെ ബൈഅത്തും തന്നെ 5 സീഡ് എടുത്തു. അതിന് ഞാൻ വിശദമായി പറഞ്ഞു. ആലുവ തരീഖത്തിന്റെ പേരിൽ ഒരു സുൽത്താൻ, പിന്നെ നമ്മളെ വേങ്ങാട്ട് ചെന്നാൽ ഒരു കൈപിടിക്കുന്ന ഒരു പ്രായം ചെന്ന ഒരാള്, പിന്നെ സുബ്ഹാനല്ലാഹ് വടകര ചെന്ന ഒരു പെണ്ണുങ്ങളെ ചുംബിച്ചു വിടുന്ന ഒരു തങ്ങൾ, പിന്നെ നമ്മളെ എയർപോർട്ടിന്റെ അടുത്ത് ചെന്ന ഒരു വലിയ കുപ്പ വെച്ചിട്ട് റബ്ബുൽ ഇബാദ് എന്ന് പറഞ്ഞിട്ട് ഒരു ആള്, ശംസിയ തരീഖത്ത്, സൂര്യനെ നോക്കുന്ന തരീഖത്ത്, പിന്നെ സുബ്ഹാനല്ലാഹ് നൂരിശാ തരീഖത്ത്, ഇൽമുണ്ടായ അക്കിബിലുണ്ടാവും പറയുന്ന തരീഖത്ത്. പിന്നെ അതൊക്കെ ഞാൻ ആ സീഡിയിൽ അവർ ഓരോ പുസ്തകങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത് വന്നതാണ് നമ്മളെ കക്കാടൻ തരീഖത്ത്. കക്കാട് തരീഖത്ത് പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹുവല്ല, അള്ളാഹ് അല്ലാത്തതുമല്ല. കക്കാടിന്റെ പ്രസംഗ ഔലിയാക്കൾ അള്ളാഹ് അല്ലാത്തതുമല്ലേ? നമ്മൾ അല്ലാത്തതല്ലാതെ ഔലിയാക്കൾ അള്ളയുമല്ല, അള്ളാഹ് അല്ലാത്തതുമല്ല. നമുക്ക് പറഞ്ഞു യൂസുഫ് നബി അലൈഹി സ്വലാം റസൂൽ അല്ല എന്നാണ് കക്കാട് പറഞ്ഞു.
അങ്ങനെ ഒരു തരീക്കത്തില്ല. അത് ദുഹൂക്കി തരീക്കത്തല്ല. ഇങ്ങനെ കുറെ തട്ടിപ്പുകൾ ലോകത്തുണ്ട്. അതൊന്നും തരീക്കത്തല്ല, തരീക്കത്തുണ്ട്. പരിശുദ്ധ ഖുർആനും ഹദീസും അനുസരിച്ചുള്ള തരീക്കത്തുകൾ, അത് ശരിയായ തരീക്കത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനെയുള്ള കിതാബുകളിലൊക്കെ തരീക്കത്തുണ്ട്, തരീക്കത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഖാദിരിയ തരീക്കത്താണ്, ദിഫായി തരീക്കത്തുണ്ട്. അങ്ങനെ തരീക്കത്തിന്റെ കാര്യം നിങ്ങൾക്കറിയാം. സഹോദരന്മാരെ, ഇപ്പോൾ ഞാനിതിലേക്ക് കടക്കുന്നില്ല. എന്നാ മൗലവി പറയുന്നു അങ്ങനെ തെരീക്കത്തൊന്നുമില്ല. തെരീക്കത്തേര് ദിഫായി ഷെയ്ഖ് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് കൈ നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞു. അതൊക്കെ കള്ളക്കഥയാണ്. ആരാ പറയുന്നത്? നമ്മളെ നാളാവർക്ക് വരുന്ന സലഫി ആലപ്പുഴ പോയി പ്രസംഗിക്കാണ്. മദീനത്തെ പള്ളിയിൽ, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാഗത്തേക്ക് റിഫായി ഷേഖ് ചെന്നുവത്രേ. റിഫായി ഷേഖ് ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് 2 വരി പദ്യം ചൊല്ലി എന്നാണ്. നബിയേ അങ്ങയുടെ കൈകളൊന്ന് ഖബറിൽ നിന്ന് നീട്ടിത്തരണേ, ഞാനൊന്ന് ചുംബിച്ചോട്ടെ, ഞാനൊന്ന് മുത്തം വെക്കട്ടെ എന്ന് റിഫായി ഷേഖ് അങ്ങ് പോയി പാടി പോലും. അപ്പോഴേക്കതാ ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് 2 കൈകളും പുറത്തേക്ക് വരുന്നു. റിഫായി ചുംബിച്ചു എന്ന് കള്ളക്കഥ പ്രചരിപ്പിക്കുന്നില്ലേ? ഞാൻ പറയട്ടെ, അത് കള്ളക്കഥയാണോ? 560ഓളം കിതാബ് ലോകത്ത് ലഭിച്ച, സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠം ലഭിച്ച, തഫ്സീറിന്റെ 10 60 വാല്യങ്ങളുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ ലഭിച്ച ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ആ സുയൂത്തി ഇമാമിന്റെ ഹാദിയിൽ ഫതാവ. ഞാൻ ചോദിക്കുന്ന മൗലവിമാരോട്, നിങ്ങളെ മുജാഹിദിന്റെ പ്രസിദ്ധീകരിക്കുന്ന തറാവീഹ് എന്ന പുസ്തകത്തിൽ നിങ്ങൾ തെളിവുദ്ധരിച്ചിട്ടില്ലേ? ദുര്യാഖ്യാനം ചെയ്തുകൊണ്ടാണെങ്കിലും ആ ഇമാം സുയൂത്തിയോട് ഇമാം സുയൂത്തി റളിയല്ലാഹു എന്ന് പറയുന്നില്ലേ? ആ ഇമാം സുയൂത്തിയല്ലേ അവിടുത്തെ ഹാദിയിൽ ഫതാവയിൽ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ, ഹുജറത്ത് ശരീഫിന്റെ അടുക്കൽ, ജാറത്തിനടുക്കൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി, ബഹുമാനപ്പെട്ട ഒരു ഇമാം സൂത്തി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളെ കെ.എം. മൗലവിയല്ലേ? ഇമാം സൂത്തി റളിയല്ലാഹു അൻഹു മുജദ്ദിദാണ്, ഇസ്ലാമിലെ നവോത്ഥാന നായകനായ ഇമാമാണെന്ന് എഴുതി വെച്ചത്. ആ ഇമാം സൂത്തി എഴുതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ എന്നിട്ട് നബിയെ ദുഹുറബിക്കുള്ളിന്റെ ആത്മാവിനെ ഇങ്ങോട്ട് തിരിക്കൊണ്ട് ഇങ്ങോട്ട് അയച്ചിട്ട് ഇവിടുത്തെ മണ്ണ് ചിന്തിച്ച് തിരിച്ചു വരാറുണ്ട്. ഇപ്പോൾ ശരീരത്തോടെ ഞാൻ ഹാജരായിരിക്കുന്നു, വലം കയ്യൊന്ന് നീട്ടിത്തരൂ നബിയെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഇതെന്ന് പറഞ്ഞപ്പോ ഇമാം സൂത്തി രേഖപ്പെടുന്ന കറകത്തിൽ ഒരു ശരീരത്തിന് കബരി ശരീരിച്ച കബ്ബലഹ റസൂലിന്റെ കൈ സമപാകപ്പെട്ട കൈ പുറത്തു വരുന്നു. അതാ ഇസ്മദുൽ കബീർ റിഫായിയെ ചിന്തിക്കുന്നു. ഇത് കള്ളക്കഥയാണെന്ന് മൗലവി പറഞ്ഞാൽ, ഇമാം സൂത്തി കള്ളക്കഥ രേഖപ്പെടുത്തുന്നവരാണെന്ന് പറഞ്ഞാൽ, ഇമാം സൂത്തി മുജദ്ദിദാണെന്ന് എഴുതിയ കെ.എം. മൗലവിയുടെ അവസ്ഥ എന്താ? നിങ്ങളെ മുജാഹിദ് പ്രസിദ്ധീകരിക്കുന്ന തറാവീഹ് എന്ന പുസ്തകത്തിന്റെ കഥ എന്താ? ഇമാം സൂത്തി കള്ളക്കഥ എഴുതുന്ന ആളാണോ? ഇനി സഹോദരന്മാരെ, ഇതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. ഞാൻ വളരെ തിരിച്ചു പറയുകയാണ്. ശരി, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊക്കെ പറഞ്ഞ മൗലവി ഇപ്പൊ എന്തായിന്നറിയോ? ഖബറിന് ബഹുമാനുണ്ട്, ഇപ്പൊ സംഭവിച്ചു. അതും കൂടി ഒന്ന് കേൾപ്പിച്ചേരാം, ഒന്ന് വെച്ചുകൊടുത്താ മനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ശറഫാക്കപ്പെട്ട ഖബറില്ലേ, ആ ശറഫാക്കപ്പെട്ട ഖബറില്ലേ, ആ ഖബർ കണ്ടിട്ടുള്ള സഹാബിമാര് പറയുകയാണ്, ഉണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഫാക്കപ്പെട്ട ഖബറില്ലേ? അപ്പൊ ഖബറിന് ശറഫുണ്ടില്ലേ? അത് മൂപ്പരങ്ങ് പറഞ്ഞുപോയി, ഇടക്കന്ന് പറഞ്ഞുപോയി. ഇനി കേൾക്കോ മൂപ്പർ പറയുന്ന വേറെ സംഗതി?
ഖബറിനെ ആദരിക്കാൻ പാടില്ല എന്ന് നമ്മളെ സക്കരിയ സലാഹി ഇടമുട്ടത്തുന്നു. ആദരിക്കാൻ പാടില്ല, ഖബറിനെ ആദരിക്കാൻ പാടില്ല. അതാ റാജി പറഞ്ഞ മൂപ്പർക്ക് ഹാലടങ്ങി. അതൊന്നും ആദ്യം വെച്ചിട്ടവനെ എന്ന് ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ വലിയ മഹാനായി പറയുന്ന റാജി എന്ന് പറഞ്ഞതാണ്. ബിംബാരാധിക്കുന്നതിന് തുല്യം തന്നെയാണ് ഇസ്തിഖാലു കസീരിൻ മിനൽ ഖൽഖി, പടപ്പുകളിൽ ഒരുപാട് ആളുകൾ ഏർപ്പെട്ടിട്ടുള്ളത്. എന്ത് ഖബർ ആരാധനയല്ല, മനസ്സിലാക്കി വെച്ചോ. ആരാധന ആദരവിടെ കൂട്ടിക്കേക്കാൻ ശ്രമിച്ചില്ല. മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ ബിംബാരാധന പോലെയാണ്. അങ്ങനെ റാജിമാൻ പറഞ്ഞിട്ടില്ലട്ടോ, അയാൾ ദുർവ്യാഖ്യാനിക്കുക. എന്നാൽ ഇപ്പൊ നമ്മളെ സെലഫി പറയുന്നത് ഖബറിനെ ആദരിക്കാൻ വേണ്ടിയാണ് ഖബർ ഒരു ചാൺ ഉയർത്തി വെക്കണോ എന്ന് പറഞ്ഞത്. അയാൾ അതുകൊണ്ട് തന്നെ നേരത്തെ തട്ടി നേരത്തണോന്നും പറഞ്ഞത്. അത് വെച്ചിട്ടവനെ ഇസ്ലാമിലെ ഖബർ എന്ന് പറയുന്നത് മരണപ്പെട്ട് കഴിഞ്ഞ വ്യക്തിയെ അടക്കം ചെയ്തിട്ടുള്ള ഖബർ ഭൂമിയിൽ നിന്ന് ഖബറാണെന്ന് മനസ്സിലാക്കാനും അതിന്മേൽ ചവിട്ടാതിരിക്കാനും അതിന്മേൽ പോയി മലമൂത്ര വിസർജനം നടത്താതിരിക്കാനും അതിന്മേൽ കൂടി നടക്കാതിരിക്കാനും ആളുകൾ അതിനെ ആദരിക്കാനും വേണ്ടി ഒരു ചാണിലപ്പുറം ഉയർത്തിക്കൂടാ. ആളുകൾ അവരെ ആദരിക്കാനും വേണ്ടി ഒരു ചാണിലപ്പുറം ഉയർത്തിക്കൂടാ. ഉയരം കുറച്ച് കൂടുമ്പോ ആദരവെന്ന് കുറഞ്ഞു. മനസ്സിലായില്ലേ? എന്നാ സഹോദരൻ ഏതായാലും ആദരിക്കണോന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. ഖബറിനെ ആദരിക്കാൻ പാടില്ല എന്നല്ലേ നേരത്തെ സക്കരിയ സലാഹി സംവാദത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പൊ പറഞ്ഞ ഖബറിനെ ആദരിക്കാൻ വേണ്ടിയാണ് ഒരു ചാൺ ഉയർത്തണമെന്ന് പറഞ്ഞത്. ഉയർത്തണമെന്നും ആയില്ലേ? ഇനിയിപ്പോ അളവിന്റെ കാര്യത്തിലല്ലേ തർക്കമുള്ളൂ. നിങ്ങൾ ഒരു ചാൺ ഉയർത്തിയാൽ മതി. ഒരു ചാൺ ഉയർത്തുന്നത് സുന്നത്താ. ഒരു ചാണിലധികം ഉയർന്നാലോ അത് ജായിസാണെന്ന് ഇമാം ഖസ്സലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് തെളിവ്. ഉസ്മാൻ ഇബ്നു മഅ്മൂൻ റളിയല്ലാഹു അൻഹു ഖബർ സഹാബികളുടെ കാലഘട്ടത്തിൽ അതാ പറയുന്നു, വഇന്ന അസദ്ദനാ വസ്ബതൻ അല്ലദീ യസിബു ഖബറ ഉസ്മാൻ ഇബ്നു മഅ്മൂൻ. ഉസ്മാൻ ഇബ്നു മഅ്മൂന്റെ ഖബർ ചാടിക്കടക്കുന്നവരാണ് സഹാബികളുടെ കൂട്ടത്തിലും താബിഈകളുടെ കൂട്ടത്തിലുമുള്ള ചെറുപ്പക്കാരായ ഏറ്റവും കൂടുതൽ ഹൈജം പുലർത്താൻ കഴിയുന്നവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കുന്നവരാണ്. സഹാബത്തിന്റെ കാലത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭരിക്കുന്ന കാലത്ത് ഉസ്മാൻ ഇബ്നു മഅ്മൂന്റെ ഖബറിന് വലിയ ഉയരമുണ്ട്. ആ ഹദീസിന്റെ സർഹിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, ഇമാം ഖസ്സലാനി ഇർശാദ് സാരിയിൽ പറഞ്ഞു, വഫീഹി ജവാസ് തഅലീൽ ഖബർ കൂടുതൽ ഉയർത്തൽ ജായിസാണ് എന്നതിന് തെളിവുണ്ട്. ഒരു ചാണ് ഏറ്റവും ഉത്തമമാണ്. ഈ സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, ഇനി വളരെ ചുരുക്കി പറഞ്ഞ് നിർത്തുകയാണ്. ശരിയൊരു കാര്യം അറിയോ, മൂപ്പര് പറയുന്നു സ്ത്രീ പുരുഷ ഭേദമില്ലാതെ മതഭേദമില്ലാതെ എല്ലാവരും ഈ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ അങ്ങനെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും ധർമ്മം ചങ്ങര കൊളുത്തുക. അതൊന്ന് വെച്ചുകൊടുത്തവനെ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള നൂറുകണക്കിന് വരുന്ന എന്റെ സഹോദരന്മാരെ, ജാതി മതഭേദമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഭേദമില്ലട്ടോ. ഇങ്ങോട്ട് എന്റെ മൂപ്പര് പറയുന്നത് മക്ബറയിൽ പോകുമ്പോ ആണും പെണ്ണും പോകുമ്പോ മുസ്ലിംമാരൊന്നും പറയുന്നില്ല, മക്ബറ പോയി ഉറങ്ങിയാലും കൂടി പറയുന്നില്ല. മക്ബറ പോയിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞില്ല ഞങ്ങള്. ജാറത്തിനും പോകാം, ഉറൂസിനും പോകാം, അവിടെ പോയിട്ട് അന്തി ഉറങ്ങും ചെയ്യാം, ആരുടെ കൂടെയും പോകാം, എവിടേക്കും സിയാറത്ത് ടൂറും പോകാം, ഒരു പ്രശ്നമല്ല. ആര് പറഞ്ഞു? മൂപ്പരിങ്ങനെ പറയാണ്, നിങ്ങൾ അൽമനാറിലുണ്ട് ഖബർ സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താണെന്നുണ്ട്. സിയാറത്ത് നിങ്ങൾ തടയാറില്ല. നേരത്തെ ആരുടെ കൂടെയും പോകാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആരുടെ കൂടെയും ബൈക്കിന്റെ മുകളിൽ പിന്നിൽ പൊത്തിപ്പിടിച്ച് പോകാന്ന് പറഞ്ഞ മുജാഹിദാണ്. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈദ്ഗാഹിലേക്ക് പോകുമ്പോ ഈ അടുത്ത് പോയിട്ട് അപകടത്തിൽ മരിച്ചൂലേ, ഒരു അന്യപെണ്ണിനെ കൊണ്ടുപോയിട്ട് മടങ്ങി വന്നിട്ട് മരിച്ചൂലേ ഒരു ചെറുപ്പക്കാരൻ. മുജാഹിദ് അങ്ങനത്തെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ഒക്കെ വെറുതെ നമ്മളെ കൊണ്ട് പറയിക്കണോ? സുബ്ഹാനല്ലാഹ്, എന്റെ മൂപ്പര് പറയുന്നുണ്ട്, എന്റെ കൂടെ വരും എല്ലാ പെണ്ണുങ്ങളും മൂപ്പര് ക്ഷണിക്കുന്നുണ്ട്. സലഫിന്റെ കൂടെ ചെല്ലാന് ഒന്നിപ്പോ പറയാൻ നേരമില്ല, ചുറ്റി പറയാൻ. ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്താ ചെയ്യാറിയോ, നമ്മൾ പുച്ഛ തൊലിയായിരിക്കും. ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. ഈ പെരുങ്കൾ വഞ്ചകൻ, ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. അവിടുന്ന് ഒന്ന് പറയാം, ഇവിടുന്ന് ഒന്ന് പറയാം, അവിടുന്ന് ഒന്ന് പറയാം, ഇവിടുന്ന് ഒന്ന് പറയാം. മുനാഫിഖല്ലേ ഇയാള്? ഉളുപ്പുണ്ടോ? ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ,
ഹാമാൻ കാന്തപുരം. എന്നാൽ ഇങ്ങനെ ചീത്ത പറയുന്നവരുടെ അവസ്ഥ എന്താണ്? അത് നമ്മളെ സെൽഫി എന്ന് പറയട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല. അപ്പോ ഇവർക്ക് കാദിയ്യ തരീഖത്ത് പറ്റൂല. തരീഖത്തിന്റെ ഒരു കോലം കണ്ട നിങ്ങൾ ഇവരെ തരീഖത്തായി. അതേ സമയത്ത് നമ്മുടെ ഔലിയാക്കളുടെ തരീഖത്തോ അഹ്മദുൽ കബീർ ഗിഫാഇ റളിയല്ലാഹുവിന്റെ തരീഖത്ത് ബഹുമാനപ്പെട്ടവരെ ഒരാൾ ചീത്ത പറഞ്ഞു, കുറ്റം പറഞ്ഞു. അങ്ങനെ കുറ്റം പറഞ്ഞ് കത്ത് കൊടുത്തയച്ചു. കത്ത് കിട്ടിയപ്പോ ബഹുമാനപ്പെട്ടവർ മറുപടി എഴുതിയത്, നിങ്ങൾ കുറെ കുറ്റം എന്നെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങളെ കത്തിൽ ഞാൻ വായിച്ചു, ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. പകരം ഒരു കുറ്റവും പറഞ്ഞില്ല. അദ്ദേഹം വന്ന് മാപ്പ് ചോദിച്ചു. അതല്ലേ മഹാന്മാരെ തരീഖത്ത് ചൊല്ലുമ്പോ കുപ്പായത്തിന്റെ കൈയിന്റെ മുകളിൽ പൂച്ച കിടന്നുറങ്ങുന്നു. പൂച്ചനെ ശല്യപ്പെടുത്താതെ എന്റെ കുപ്പായം എടുക്കലിങ്ങനെ കൂച്ചന്റെ ഉറക്ക് തെളിഞ്ഞു. ബഹുമാനപ്പെട്ടവരെ നല്ല കയ്യെന്ന് മുറിച്ചു കളഞ്ഞു. കുപ്പായം എടുത്തങ്ങ് പോയി. അത് പിന്നെ തുന്നി ചേർക്കാമല്ലോ, എന്നാലും പൂച്ചയെ ശല്യപ്പെടുത്തണ്ട. ഇതാണ് തരീഖത്തിന്റെ മശായിഖന്മാരെ സ്വഭാവം. ആ മഹാന്മാരെ തരീഖത്ത് ശരിയല്ലെന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് പച്ചക്കറി പറയുന്ന തരീഖത്ത്. അതാണ് ഇപ്പോൾ മോചനത്തിന്റെ വഴി. സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കലും തന്നെ ഇത്തരം പാർട്ടിയിൽപ്പെട്ട് നിങ്ങളുടെ ദീന് നശിപ്പിക്കരുത് കേട്ടോ. ഇനി സുബ്ഹാനല്ലാഹ് ഇവര് കളിച്ച ജിന്നും കളിയുണ്ട്. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ കടവപ്പൂരി പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇവര് തമ്മിൽ മുശ്രിക്കും കാഫിറുമാക്കുകയാണിപ്പോ. എന്നാ സഹോദരാ, എനിക്ക് കേട്ടോ, നമ്മളെ എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ മക്ബറയിൽ വിളക്കെത്തിക്കുന്ന പോൽ പിന്നെ മക്ബറയിൽ ഇരുട്ടി കുതിരിയാണോ വേണ്ടത്? എന്നാൽ മക്ബറയിൽ വിളക്കെത്തിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ മുജാഹിദിന്റെ നേതാക്കന്മാരെന്താ ചെയ്തത്? ഞങ്ങളൊന്ന് കണ്ടോ. ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, സാക്ഷാൽ സലാഹുദ്ദീൻ മദനി ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് ദീപൊളുത്തുന്ന ചിത്രമാണിത്. അല്ലേ? സലാഹുദ്ദീൻ മദനിയാണത്. കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ സലാഹുദ്ദീൻ മദനി, സ്വാമി പുരുന്തരാനന്ദ, കുര്യാക്കോസ് ഫാദർ മുണ്ടാടൻ എന്നിവർ മതസൗഹാർദ്ദ ദീപം തെളിയിച്ചപ്പോൾ ദീപാരാധന ഇസ്ലാമിലുണ്ടോ? അല്ലേ? അപ്പൊ എവിടെയാ വിളക്ക് വെക്കുന്നത്? ഇപ്പോ എന്തിനാ വിളക്ക് വെക്കുന്നത്? ഇനി സുബ്ഹാനല്ലാഹ് ഇവര് പറയുന്നു നമ്മൾ ജാറത്തിന് കടിപിടിയൂട് വേണം പോൽ, മമ്പറത്തെ ജാറത്തിന് കേസുണ്ട് പോൽ. അവിടെ എന്ത് കടിപിടിയാണുള്ളത്? സിവിൽ കേസല്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങളെ പരന്തെടുത്ത് മുജാഹിദ് പള്ളി ഉണ്ടാക്കിയിട്ട് ഉള്ളാളത്തെ തങ്ങളൊരു പള്ളി അവിടെ ഉണ്ടാക്കിയപ്പോ കുഞ്ഞിക്കോയന്റെ പള്ളി കൂട്ടിക്കൂന്ന് പറഞ്ഞ മുജാഹിദെ ഒന്ന് പഠിച്ചൂടെ? നിങ്ങളെ പള്ളി ഇപ്പൊ കൂട്ടിക്കിടക്കുകയല്ലേ? രണ്ട് മുജാഹിദും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് പള്ളി കൂട്ടിക്കിടക്കുകയല്ലേ? ഉള്ളാൾ തങ്ങളെ പള്ളിയോ അത് ഭംഗിയായിട്ട് തുറന്ന് വിൽക്കുന്നു, ഔറാദും സലാത്തും നടക്കല്ലേ? അത് ഞാൻ നാദാവത്തിന് കാണിച്ചിട്ട് കാമാന്ന് പറഞ്ഞോ? സലഫി ഇന്നുവരെ പറഞ്ഞോ? നാദാവത്തിന് പറഞ്ഞോ എന്ന് കേൾപ്പിച്ചോട്ടാ മോനെ. കരിവന്തുരുത്തിയിൽ ഒരു മുജാഹിദ് പള്ളി ഉണ്ടാക്കി. ആ പള്ളിയാദികൾ കാണുന്നത് തങ്ങളെ പരന്റെ മുന്നിൽ. തങ്ങൾക്ക് നിസ്കരിക്കാനും തങ്ങളെ കാണാൻ വരുന്നവർക്കും നാട്ടുകാർക്കും നിസ്കരിക്കാനും തങ്ങളവர்கள் അതിന്റെ അപ്പുറത്ത് വേറൊരു പള്ളി ഉണ്ടാക്കി. അതൊന്ന് കാണിക്കുമോനെ. അതാ തൊട്ടടുത്താണ് രണ്ടും. എന്നാൽ ഈ പള്ളി തങ്ങളവர்கள் ഉണ്ടാക്കിയപ്പോ കുഞ്ഞിക്കോയാന്റെ പള്ളി അത് ഞങ്ങൾ കൂട്ടിക്കോന്ന് പറഞ്ഞിട്ട് ആർഡിയോന്റെ അടുത്ത് പരാതി കൊടുത്തു. തങ്ങളെ പള്ളി കൂട്ടിക്കാൻ പരാതി കൊടുത്തു. അങ്ങനെ പള്ളി കൂട്ടിക്കാൻ പരാതി കൊടുത്തു. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് മുജാഹിദുകളെ തങ്ങളെ പള്ളി ഇപ്പോഴും നിസ്കരിക്കുന്നു, ദിക്ർ നടക്കുന്നു, സലാത്ത് നടക്കുന്നു. മുജാഹിദിന്റെ പള്ളി പൂട്ടിക്കിടക്കുന്നു. ഇത് മഹേശ്വറയിൽ വെച്ചല്ല, ദുന്യാവിൽ വെച്ച് തന്നെ കാണിച്ചു തരികയാണ്. തങ്ങളെ മാതാവത്തിയെടുത്ത് കാണിച്ച രണ്ട് പള്ളി മൗലവീതുവരെ കാമാന്ന് വേണ്ടിയോ ഇപ്പൊ കൂട്ടിക്കെടുക്കുന്നില്ലേ? ഒരു മൗലവി പറയുന്നു ഇസ്ലാമിൽ ചെണ്ടയില്ല. ഞാൻ പറഞ്ഞു ഇസ്ലാമിൽ ചെണ്ട വേണോ?
എന്നിട്ട് മൗലന്മാരെ തെരഞ്ഞു ടെസ്റ്റ് ചെയ്ത് കൊണ്ട് കുറിയും തൊട്ടിന്റെ ചെണ്ടയും മുട്ടി പോകുന്നത് കാണിച്ചു തരാൻ. ചെണ്ടയില്ല എന്ന് പറഞ്ഞത് ചെണ്ടയുമില്ല, മദ്ദളമല്ല, ഈ നിലക്കുള്ള ഒരു പരിപാടിയില്ല. ആനയും മമ്പാരിയും അതേപോലെ തന്നെ വെഞ്ചാമരവും ഇങ്ങനെ ഈ നിലക്കുള്ള ഒരു ബഹളങ്ങളും ഇസ്ലാമിലില്ല. ഒന്ന് പെണ്ണുങ്ങളും ആണുങ്ങളും ചെറുപ്പക്കാർ കുട്ടികളും ഒക്കെ കൂടി കുറിയും തൊട്ട് ഒന്ന് സെലഫി ടെസ്റ്റ് എന്ന് വെച്ചു കൊടുത്താൽ ഇതാണോ ഇസ്ലാം? എന്നിട്ട് പറയുമ്പോ കൊണ്ടോട്ടി പോറ്റൊക്കെ സ്ഥലത്ത് ചെണ്ട പൊട്ടിയിട്ട് ഏതോ കള്ളത്തെറിക്കുന്ന ഒരു നേരവുമില്ലാത്ത കമ്മിറ്റിക്കാർ മാലിന്യങ്ങളെ കുറിച്ച് നടത്തുന്ന ചില നേർച്ചകളുണ്ട്. അതുകൊണ്ട് കാണിച്ചു കൊടുക്കുക, ചെണ്ട ഉണ്ടായിപ്പോഴാണ് സെലഫി ഫെസ്റ്റിലെ ചെണ്ടോ എന്നിട്ട് ഇപ്പൊ എന്തായി അറിയോ? ഇത് ഞാന് കൊണ്ടോട്ടിയിൽ കാണിച്ചപ്പോ നാദാവർക്ക് കാണിച്ചിട്ട് അപ്പോ നമ്മളെ സക്കരിയ സലായി കൊണ്ടുപോയിട്ട് ഇത് മടവൂർ മുജാഹിദികളാ നമ്മളെ അല്ലാതെ പറ്റി കാണിച്ചു. അപ്പൊ അതിന്റെ മടവൂർ മുജാഹിദികൾ മറുപടി പറയുന്നത് ആഹാ നമ്മൾ രണ്ടാൾ കൂടി എത്തിയിട്ട് ഒരാളാക്കുകയാണോ അത് വെച്ചിട്ടോനെ. ഒരു സലഫി സ്കൂളിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ഘോഷയാത്ര നടന്നു. ആ സ്കൂളിന്റെ ഭാരവാഹികളിൽ എല്ലാവരും മടവൂർ വിഭാഗം മുജാഹിദികളല്ല. അതിന്റെ ട്രഷറർ അപ്പുറത്തുള്ള ആളാണ്, സെക്രട്ടറി അസറൽ ഇപ്പുറത്തുള്ള ആളാണ്. ഇവർ രണ്ടുപേരും ആ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ല, ആ ഘോഷയാത്രയിൽ. പിന്നെ അതിൽ പങ്കെടുത്തതാരാണ്? നിങ്ങൾ നേതൃത്വം കൊടുത്തത് അപ്പുറത്തുള്ള സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞിട്ടുള്ള വ്യക്തി അബ്ദുൽ ഹമീദ്, പ്രൊഫസർ അബ്ദുൽ ഹമീദ് നിങ്ങളുടെ സജീവ നേതാവാണ്, നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ആളാണ് അദ്ദേഹം. സലഫി പ്രസ്ഥാനത്തിന്റെ സലഫി അസോസിയേഷന്റെ ഭാരവാഹികളെ സ്വയം നിറഞ്ഞ നാട്ടുകാരെ അയാളെന്താ നിങ്ങൾ എതിർക്കാത്തത്? സ്വാഗതം പറഞ്ഞ ആൾക്കൊരു കുഴപ്പമില്ലേ? അയാൾ പറഞ്ഞ സ്വാഗതം നിങ്ങൾ നേരത്തെ കേട്ട് കഴിഞ്ഞു ആ ക്ലിപ്പിങ് കേട്ടോ. ഇനി സഹോദരന്മാരെ ഇനിയുണ്ട് ഇൻഷാല്ല. ബാക്കി ഞാൻ നാദാപുരത്ത് കണക്കേക്കുന്നുണ്ട്. നമ്മളെ 7 വാല് കഴിയട്ടെ, എന്നിട്ട് ഇൻഷാല്ല കണക്കാൻ കഴിച്ചുതരാം. ഇനി ഞാൻ ചുരുക്കി പറയുന്നു, സുബ്ഹാനല്ലാഹ്, നമ്മള് ജാറത്തിന് വേണ്ടി പൈസ കടികൂടിയിട്ടാണ് ഇവർ പറയുന്നത്. ജാറത്തിന് കവർ ചെയ്ത ഇവരല്ലേ, കയറും കവർ ചെയ്ത ഇവരല്ലേ, റൗളാ ഷരീഫിന് കവർ ചെയ്ത ഇവരല്ലേ? ഞാൻ വെറുതെ പറയാ, നിങ്ങളുടെ പത്രത്തിലുള്ളതല്ലേ അന്യശിഹാദിൽ നിങ്ങൾ മക്ബറ കവർ ചെയ്തിട്ട് പൈസ പൊന്നും പണവും കയറുന്നു, അതുപോലെ റൗളാ ഷരീഫിന് കവർ ചെയ്തത് നിങ്ങളെ പത്രത്തിലുള്ളതല്ലേ? ഞാൻ സ്ക്രീനിൽ വെച്ച് കാണിക്കുന്നു കേട്ടോ. 1801 ഏപ്രിൽ 20-ാം തീയതി 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സംഘം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികൾ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മഖാമ് കൊള്ളയടിച്ചു. വഹാബികൾ കൊള്ളയടിച്ചു ഞാനല്ല പറയുന്നത്, പിന്നെ പറയുന്നത് മുജാഹിദിന്റെ നേതാവ് പുറത്തിറക്കിയ അവർ നേതാക്കന്മാരുടെ അൽ-ഇത്തിഹാദ് പത്രത്തില് KC അബൂബക്കർ മൗലവിയാ പറഞ്ഞത്. വിശ്വസിക്കാമല്ലോ. പിന്നെയോ ഈ മൊയ്ത് മൗലവി എഴുതിയിട്ടില്ലേ, റൗളാ ഷരീഫ് കവർ ചെയ്തു, ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആളുകൾ എഴുതിയിട്ടില്ലേ, കഅബ ഷരീഫ് കവർ ചെയ്തു എഴുതിയിട്ടില്ലേ? അതൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി വായിച്ചു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇരു സഹോദരന്മാരെ, എന്നിട്ട് നമ്മളെ സംബന്ധിച്ച് എന്തിനാണ് ആലപ്പുഴയിൽ പോയിട്ട് ഈ മൗലവി വേണ്ടാത്തതോരോന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്,
പലിശ പാടില്ല എന്ന് ആലപ്പുഴ പോയിട്ട് പ്രസംഗിക്കുകയാണ്. ആ പലിശ വാങ്ങിയ കണക്ക് ഞാൻ കാണിച്ചില്ലേ, കുണ്ടോട്ടിയിലും അതുപോലെ പല സ്ഥലം കാണിച്ചില്ലേ. ജക്കാത്തിന്റെ പൈസ ജനങ്ങളോട് പിരിച്ചിട്ട് അതാ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്റെ പലിശ വാങ്ങുകയല്ലേ മൗലവിമാര്. കേരളം കാരപ്പറമ്പ് ശാഖ ജക്കാത്ത് സെൽ 2000 മുതൽ 2006 സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക്. ഒന്നാമത്തെ വരവ് മുൻവർഷത്തെ ബാക്കി സാധുക്കൾക്ക് കൊടുക്കാണ്ട് കെട്ടിപ്പൂട്ടി വെച്ചതാ ജക്കാത്ത് തിരിച്ചെടുത്തിട്ട്. എന്നിട്ട് പിന്നെയോ മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ്. അടുത്ത വരവെന്താ? ബാങ്ക് പലിശ, ബാങ്കിന്റെ പലിശ വാങ്ങിയ വരവ്. എന്നിട്ട് ഇപ്പൊ 4000 കൊടുത്തു. അതുപോലെ തന്നെ സെക്രട്ടറിയാസിലൊക്കെ പറയാം അത് ഞങ്ങൾ ബാങ്കിന് വാങ്ങിയില്ലേ, ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. വരവ് ഉപയോഗിക്കുന്നതിനാ. സുബ്ഹാനല്ലാഹ്, നല്ല വിശ്വസ്തരായ മഹാന്മാരാണല്ലെങ്കിൽ ഞാൻ സക്കാത്ത് ചെലവാക്കിയതോ ഒന്നാമത്തെ തെളിവ് പ്രിന്റിംഗ് ചാർജ്. ഖുർആനിലുണ്ടോ പ്രിന്റിംഗ് ചാർജിന് സക്കാത്ത് കൊടുക്കണം? ഇന്നലെ സദഖാത്തുൽ ഫുഖാറയിൽ പ്രിന്റിംഗ് എന്നാ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ ദീൻ കൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇനി ഞാൻ നീട്ടുന്നില്ല. എന്തെല്ലാം സംഭവങ്ങളാണ് ഇവർ ചെയ്തത്. ഒറ്റ കാര്യം കൊടുക്കാൻ നിർത്താൻ എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്. ദൂരമുള്ളവർക്ക് കൊണ്ട് നമുക്ക് സലാത്തിൽ വേർക്കണം. മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാം വേണ്ടി വേർക്കണം. ദൂരമുള്ളവർക്ക് കൊണ്ട് നല്ലൊരു രസമായി എനിക്ക് കേൾപ്പിക്കാൻ എന്താ. സുബ്ഹാനല്ലാഹ്, ഒരുപാട് സംഗതികൾ ഇനിയും പറയാനുണ്ടെങ്കിൽ ഞാൻ നിർത്തുകയാണ്. ശേഖരൂർ മൗലവീനെ ഇത് കാന്തപുര അവസരവാദി ഇവർ പോസ്റ്റർ എഴുതിയിട്ട് ആരും കാണാണ്ട് രാത്രി ഒട്ടിച്ച് ഇവർ രണ്ടും കൂടി തമ്മിൽ തെറ്റിപ്പോ പോസ്റ്റർ കഴിച്ചിട്ട് ഇവരെ തമ്മിൽ വാദം പറയുകയാണ്. ഇത് നിങ്ങളല്ലേ നമ്മളോട് ഒട്ടിക്കാൻ പറഞ്ഞ് എന്നിട്ട് പോലീസുകാരെ അന്വേഷിച്ചില്ലേ? പ്രവർത്തനങ്ങൾ മുഴുവൻ ഏറ്റവും നിർദ്ദേശപ്രകാരവും സമ്മതപ്രകാരമായിരുന്നു. രാജ്യ പോസ്റ്റ്മോട്ടിച്ചു വളണ്ടിയർ കോട്ടത്തിൽ കാരന്തൂർ മക്കത്തിന്റെയും സുന്നി സൈബർ കോട്ടിന്റെയും ഇസ്ലാം ജയ്പുരയുടെയും ഭീകരതയുടെ മുഖം വിസിറ്റ് ഇന്ത്യ പോലീസ് മന്ത്രവാദികൾ ഏതെങ്കിലും കൊലപാതകം കൂട്ടറാൻ കാന്തപുരം ഉടനടപ്പ് ചെയ്യുക, കേന്ദ്രം വഴിതിരിച്ചുവിടാൻ 1 കോടി നൽകി അന്വേഷിക്കുക, 8 കൊലപാതകങ്ങളുടെ ആസൂത്രണ കേന്ദ്രം കാരന്തൂർ മക്കത്ത് 7 വിശദാംശങ്ങൾ പുറത്തുവിടുക, അധികൃതരിലേക്ക് രക്ഷപ്പെടാൻ തന്ത്രം ജയ്പുരയെ തിരിച്ചറിയുക, രാജ്യത്ത് സന്ദർഭവും വിവാദക്കേന്ദ്രം നടത്തുന്നതിനെതിരെ അധികൃതരും സമൂഹവും ഉണരുക. പൗരാവകാശം കോഴിക്കോട് ഈ പോസ്റ്ററിന് ആഴ്ചയെ ഒപ്പിച്ചു. രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഒട്ടിക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. എന്നിട്ട് ഉറക്കമൊഴിച്ച് രാത്രി ഒട്ടിച്ച ഞങ്ങൾ പകൽ കടത്തണമെന്നാണ് പാടില്ല. പകൽ തന്നെ നോക്കി നിന്നിട്ട് ആരാടായി പോസ്റ്റ് ഏതാണ് ഇവിടെ പൗരാവകാശം വേണ്ടി ഇത് ആരാടാ ഇവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ട് അത്ഭുതത്തോടുകൂടി ഞങ്ങൾ തന്നെ വായ്പൊഴി വേണം. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കിട്ടിയ നിർദ്ദേശങ്ങൾ. ഈ ക്യാമ്പസിൽ വന്ന് ഈ പോസ്റ്റർ കണ്ടതിന്റെ പിറ്റേ ദിവസം ഏതാനും മുസ്ലിംകളോട് കൂട്ടത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനത്തിലെ ഏതാനും പ്രവർത്തകർ ഈ ക്യാമ്പസിൽ വരികയും എവിടെയാണ് 2 വ്യക്തികളെ അയ്യത്ത് വാങ്ങിയത് കൊണ്ട് 2 നേതാക്കൾ നിയമിക്കുകയും ചെയ്തു. അവരെ മുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നു. ആരാണ് ഈ പോസ്റ്റർ ചോദിച്ചു. ഞങ്ങളല്ല ആരാണ് പറഞ്ഞത്. അവർ ഇവിടെയുള്ള പോസ്റ്ററുകൾ കണ്ടത് മുഴുവൻ സ്വീകരിച്ചാണ് പോയത്. അതുപോലെ തന്നെ ധർമ്മം കഴിപ്പിച്ചു. മലപ്പുറത്ത് ഞങ്ങളോട് എല്ലാവരും പറഞ്ഞുകൊണ്ട് വെച്ച് അമുസ്ലിങ്ങളെ പോലും കൊണ്ടുവരണമെന്ന് നിർദ്ദേശം നൽകി മലപ്പുറത്ത് ധർമ്മം കഴിപ്പിച്ചു. ശേഖരവും പുതിയവരെ ഉടനാട് ചെയ്യുക, നിലവിലുള്ള പേരും അവസാനിപ്പിക്കുക, മതപ്രബോധന ഫോൺ നിർദ്ദേശിക്കുക, പൗരാകാശ സമ്മേളനം എടപ്പാൾ മലപ്പുറം കോഴിക്കോട്, സമ്മേളനം പൗരാകാശ സംരക്ഷണവേദി കോഴിക്കോട്. ഈ പോസ്റ്ററിലൂടെയും പരിപാടികളുടെയും പേരിൽ എത്ര തല്ലി കിട്ടി. അരീക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് മുജാഹിദ് പ്രവർത്തകരെ കാന്തപുരം കുഞ്ഞുങ്ങളും പോലീസും പൊതിരെ തല്ലി ഉണ്ടായിട്ടില്ലേ? അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, ഇവരെന്താ ചെയ്തത്? കളവ് മത്സരം, കളവ് പറയൽ മത്സരം. ഇത് ജയിച്ചാൽ വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മിമിക്രി, അതുപോലെ തന്നെ പ്രസന്ന വേഷം, അതുപോലെ തന്നെ കയറിൽ തൂങ്ങിയിട്ടുള്ള ഒരു മത്സരം, പിന്നെ അക്കൂട്ടത്തിൽ വേറെ അതേപോലെ തന്നെ കളവ് പറയൽ മത്സരം. ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗറിൽ കഴിവാണ് ഇത് അടുത്ത ഇനം ഇന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്ന ഈ സാമാജികരുണ്ടല്ലോ, ഇവർ പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾ എന്നുള്ള നിലയ്ക്ക് കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അസ്ഗറിൽ സാഹിബ് തന്നെ അത് മറുപടി പറഞ്ഞു. അതായത് ഇപ്പോൾ നബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങളിപ്പോൾ ഞങ്ങളെ നേതാക്കന്മാരല്ലേ, ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഗൈഡ് വരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളങ്ങനെ വിശ്വസിച്ചു പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തുന്ന ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തരും ഈ മത്സരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പിനെ നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ്. അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിൽ ഫസ്റ്റ് കിട്ടിയത്. കൂടുതൽ പോയിന്റ് നേടിയെന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും തന്നെയാണ് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ അതിന് സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ 6ഓളം സോപ്പും പെട്ടി, പിന്നെ അതുപോലെ തന്നെ റെക്സോണ സോപ്പ്, ഇതൊക്കെയാണ് കിട്ടിയത്. അതിലിപ്പോ ആ സമ്മത്തിൽ ഒന്നാണിത്, ഒരു സോപ്പും പെട്ടിയാണിത്. അതായത് ഡീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പെട്ടിയാണ്.
ഇവരെ ഏറ്റവും നേതാവ് എ പി അബ്ദുൽ ഖാദർ മോലി മൂപ്പർ കോടതി കള്ളത്തരം കോടതി കള്ളത്തരം പറഞ്ഞപ്പോൾ തൊഴിഞ്ഞപ്പോ കോടതി വന്ന് 2000 രൂപ പേരക്കണോ ഇതിന് കള്ളത്തരം പറഞ്ഞു. ദുനിയാവിലുണ്ട് ഇങ്ങനെ ഒരു പണ്ഡിതൻ കോടതിയിൽ കള്ളത്തരം പറഞ്ഞ് 2000 രൂപ പേർക്കേണ്ടി വന്ന പണ്ഡിതൻ. എന്റെ 2000 പേർച്ചയെ പറ്റി മടവൂർ വിചാരിച്ച നേതാവ് കോടതിയിലെ സംഗതിയ കള്ളത്തരം അങ്ങനെ പറയാൻ പറ്റില്ല. കോടതിയിൽ ഒരു രേഖ ഉണ്ടാവും. ആ 2000 രൂപ പേർച്ചയെ സംബന്ധിച്ച് മടവൂർ കോടതിയുടെ നേതാവ് മൂപ്പര ശിഷ്യൻ തന്നെ പറയുന്നുണ്ട് കേട്ടോളികൾ എങ്ങനെയാ പൈസ കിട്ടിയത്. ISM എന്ന യുവജന പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെ മുഴുവനും നുണയന്മാരും കള്ളന്മാരുമാക്കി ചിത്രീകരിക്കുവാൻ വേണ്ടി ചില ആളുകളെ കയറൂരി വിട്ടപ്പോൾ ആലോചിക്കാത്ത സംഗതിയാണ് ബൂമറാങ് പോലെ തിരിച്ചു വന്നത്. ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ ഈ കഴിഞ്ഞ മാസമാണല്ലോ 2000 രൂപ പിഴച്ചത്. എന്തിനാണത്? 2000 രൂപ പിഴച്ച എന്തിനാ? കോടതിയിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ. ആ 2000 രൂപ എവിടെ കിട്ടിയതായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നു ഈ നുണ പറയൽ മത്സരത്തിൽ പ്രൈസ് വാങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് കിട്ടിയിരിക്കുന്ന സോപ്പ് പെട്ടികൾ തൂക്കിവിറ്റ് കിട്ടിയ 2000 രൂപ. അതാ ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതാ മുജാഹിദിന്റെ പ്രസിഡന്റ് അയാൾ പറയാണ്, നിങ്ങൾ ശരിയും തെറ്റൊന്നും നോക്കണ്ട, നമ്മളെ പണ്ഡിത സംഘടന പറയും പോലെ നടന്നോ. ആഖിറത്തിലെത്തിയിട്ട് അഥവാ ഞങ്ങൾ പറഞ്ഞ് ശരിയല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഇവരാണ് നമ്മളെ പേപ്പിച്ചത്, ഞങ്ങളായിക്കോളൂ. എങ്ങനെ? അള്ളാന്റെ അടുക്കൽ എന്ത് സ്വാധീനം എന്നറിയോ? കേരളമിന് നേതാവ് പ്രസിഡന്റ് പ്രസംഗിക്കാണ്, തെറ്റും ശരിയും നിങ്ങൾ നോക്കണ്ട, പറച്ചോന്റെ നിങ്ങൾ പറഞ്ഞ ഞങ്ങളാണ്, ഞങ്ങളായിക്കോളൂ എന്ന് വെച്ചോട്ടവനെ. ബഹുമാനായ ടി അബ്ദുൽ മദനി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടരുന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമീയത്തുലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയാം. മാസ്റ്റർ എന്ന് അള്ളാഹിനോട് പറഞ്ഞാൽ ഈ കേരള ജമീയത്തുലമ ഇവരെ പണ്ഡിത സംഘടനയുടെ പേരാ. അവർ പണ്ഡിതന്മാര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തോളും. ഭയങ്കര സ്വാധീനല്ലേ മാസ്റ്ററേൽ ഇവർക്ക്. എന്നാൽ സക്കരിയാസലായി പറഞ്ഞു അങ്ങനെ ഏറ്റെടുക്കാനൊന്നും കഴിയൂല. ഇന്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോണ്ടോ ഞാൻ ഏറ്റോളും കേൾക്കും. അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും. നിങ്ങളല്ലേ ഭയങ്കരല് നഫ്സി 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 നഫ്സിയാ. എന്താ അതിന്റെ അർത്ഥം? എന്റെ തടി എന്റെ തടി എന്റെ തടിന്ന് മോല്യരും ആചാരും തങ്ങളും തമ്പുരാനും ബീവിയും ഒക്കെ അവിടുന്ന് നിരങ്ങുന്നല്ലേ പറയണത്. എല്ലാരും വിലപിക്കല്ലേ, പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർ ഏൽപ്പിക്കാൻ പറ്റുമോ? وقال الذين كفروا اتبعوا سبيلنا وقال الذين كفروا للذين آمنوا اتبعوا سبيلنا ولنحمل خطاياكم وما هم بحاملين من خطاياهم من شيء وإنهم لكاذبون. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിൽ പറഞ്ഞതാണിത്. കണ്ടോ എന്താ പറഞ്ഞത്? സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ മാർഗം പിൻപറ്റിക്കോളി, നിങ്ങളെ കുറ്റങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. സഹാബികളോട് അബൂജഹലും കൂട്ടരും പറയാണ്, നിങ്ങൾ ഞങ്ങളെ മാർഗം പിൻപറ്റിക്കോളി, നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അവർക്ക് പരലോകത്ത് ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതെന്നല്ലേ പ്രസിഡന്റും പറഞ്ഞ്? അബൂജഹൽ പറഞ്ഞ അതെന്നല്ലേ അല്ലേ? അബൂജഹൽ പറഞ്ഞതന്നല്ലേ ഇയാളും പറഞ്ഞത്? ആഖിറത്ത് ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതുകൊണ്ട് സഹോദരന്മാരെ, മോചനം വേണോ? സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഇനിയും 100 വിഷയം പറയാനുണ്ട്, പക്ഷേ സമയമില്ല, അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഒറ്റ കാര്യം പറയുന്നു. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പേരിലാണ് സമ്മേളനങ്ങളുടെ മുഴുവൻ നഗരി. ആ ഉമർ ഖാദി റഹിമഹുള്ള വലിയ മഹാനും വലിയുമാണ്, ധാരാളം കറാമത്തുള്ള ഒരു വലിയ മഹാനാണ്. ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ ചരിത്രം പറഞ്ഞു. നമുക്ക് ദ്വാക്ക് പറഞ്ഞിട്ടാണല്ലോ ഒരു ചെറിയ ബറക്കത്തിന് വേണ്ടി ഒരു ചരിത്രം പറഞ്ഞു നിർത്തുന്നു. വെണ്ണനാട് ചെല്ലുന്നു ഉമർ ഖാദി റഹിമഹുള്ള. വെണ്ണനാട് ചെന്നപ്പോ പള്ളി കയറി ചെല്ലുമ്പം അതാ മൈതാനിൽ ഖബർ വീഴുന്നത് കാണുന്നു. ആർക്കാണ് ഖബർ വീഴുന്നത്? മറുപടി ഹൈദരൂസ് മരിച്ചുപോയി. ഹൈദരൂസിന് വേണ്ടി ഖബർ വീഴുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഖാദി വന്ന് പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ചു. ദ്വാനടത്തി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഖബർ വീഴുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഹൈദരൂസ് മരിച്ചിട്ടില്ല, ഹൈദരൂസ് മരിച്ചിട്ടില്ല, ഖബർ വീഴണ്ട. സുബ്ഹാനല്ലാഹ്. കുഞ്ഞമ്മൂന്ന് കണ്ട് മറ്റൊരു ഹാജിമുണ്ട്. കുഞ്ഞമ്മൂനെ വിളിക്കുന്ന കുഞ്ഞമ്മ ഓടി പോയിട്ട് ഹൈദരൂസിന്റെ വീട്ടിൽ പോയിട്ട് പറ, ഉമർ ഖാദി വരുന്നുണ്ട് എന്ന് പറ, ഹൈദരൂസ് മരിച്ചിട്ടില്ല,
കബർ വിളിക്കണ്ട. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അതാ പിന്നെങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പിക്കോ. കുഞ്ഞമ്മൂർ ഒറ്റ വിടലാണ്. ഹൈദരൂസിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഉമർ ഖാദിന്റെ പള്ളി വരുന്നുണ്ട്, ഹൈദരൂസ് മരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാവരും അത്ഭുതപ്പെടാണ്. മരിച്ചു കിടക്കല്ലേ ഹൈദരൂസ് കാഴ്ചയിൽ. ഉമർ ഖാദി തങ്ങളുടെ അടുക്കലേക്ക് രണ്ടാമത് തിരിച്ചും കൂടി കുഞ്ഞമ്മൂർ കിടക്കുന്നുണ്ട്. ഉമർ ഖാദിന്റെ അടുത്ത് വന്നു നോക്കുന്ന ശ്വാസം കിട്ടുന്ന കിടക്കുന്നു. ഉമർ ഖാദിക്ക് വലിയ സന്തോഷമായി. കുഞ്ഞമ്മയുടെ ആവേശം കണ്ടിട്ട് വലിയ സന്തോഷമായി. ഉമർ ഖാദി അങ്ങ് ചൊല്ലി കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശജഅനു യഖാഫു അബദൻ ജിന്നു ശൈത്താനു. ഇന്ന് ശൈത്താൻ ഒരുപാട് പറയാനുള്ളതാണ്. ഇൻഷാഅല്ലാഹ് പിന്നെ പറയാ. അതാ ബഹുമാനപ്പെട്ട ഉമർ ഖാദിന്റെ പാർട്ടി കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി. കുഞ്ഞമ്മ മഹാന്മാർക്ക് ഖിദ്മത്തെടുക്കുന്ന ആളാണ്. ഔലിയാക്കൾക്കും ആലിമീക്കും ഖിദ്മത്തെടുക്കുന്ന ആളാണ്. ശജഅനു നല്ല ധീരനാണ് കുഞ്ഞമ്മു. യഖാഫു അബദൻ ജിന്നു ശൈത്താനു. ഔലിയാക്കളെ സ്നേഹിച്ച് ബഹുമാനിച്ച് നടക്കുന്ന കുഞ്ഞമ്മു. ആ കുഞ്ഞമ്മൂനെ എല്ലാ ജിന്നും ശൈത്താനും പേടിക്കുന്നു. കുഞ്ഞമ്മൂനെ അറബി അറിഞ്ഞൂടാ. കുഞ്ഞമ്മു കേട്ട് കുഞ്ഞമ്മൂ എന്നിട്ട് കാലിയാർ തുടങ്ങിയിട്ട് അവസാനം ജിന്നു ശൈത്താനും എന്നാ പറഞ്ഞു. എന്നെ ശൈത്താനും ജിന്നു വിളിച്ചതാണോ എന്നൊരു സംശയം കുഞ്ഞമ്മന് തങ്ങളെ ഞാൻ ഇങ്ങനെ ഓടിപ്പോയിട്ട് പിന്നെ എന്നെ കൊണ്ട് പറയുന്നത് അത് ഇതീന്ന് ചോദിച്ചു. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു മോനെ ഞാൻ പറഞ്ഞത് അങ്ങനല്ല, നിന്നെ ജിന്നു ശൈത്താനൊക്കെ ഭയപ്പെടുന്നാ പറഞ്ഞത്. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി ഹൈദരൂസിന്റെ വീട്ടിൽ ചെന്ന് അല്പം ഉമിനീരെടുത്തിട്ട് ഹൈദരൂസിന്റെ തൊള്ളയിലേക്ക് വെച്ചു കൊടുത്തു. ഹൈദരൂസ് അതാ എഴുന്നേറ്റ് പോകുന്നു. സഹോദരന്മാരെ, ആ ഉമർ ഖാദി റഹ്മത്തുള്ളാഹിന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് സിയാറത്തിന് ചെന്നു. തായിഫിൽ സാഹിത്യത്തിന് നോക്കൂ. ഉമർ ഖാദി ഒഴിച്ച പള്ളിയില്ലേ ചിരിക്കട്ടെ സഹോദരന്മാരെ. മലപ്പുറം ജില്ലയിൽ നിന്ന് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി മക്കാ ശരീഫിന്റെ മദീനയിൽ റൗളാത്തിൽ സിയാറത്തിന് ചെന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലി റൗളയുടെ സമീപത്ത് വെച്ച് നീണ്ട മദ്ഹ് ചൊല്ലി. ആ മദ്ഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഖാദി റഹിമഹുല്ലാഹ് അതാണ് സല്ലല്ലാഹു ബൈത്തി എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി അബ്ദുല്ലാഹി ഖുൽഖുൻ ബിറസൂലില്ലാഹി കാന അലീമാ. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മദ്ഹ് പാടി. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി തങ്ങളോടുള്ള സ്നേഹം കൽബിലൊന്ന് പൊങ്ങി 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 വന്നു. അവിടെ നമ്മൾ വിളിച്ചു ഏറ്റവും കൂടുതൽ ഔദാര്യം ചെല്ലുന്ന ഏറ്റവും ബഹുമാനീയമായ നബി. തങ്ങൾ അങ്ങയുടെ പരിപാടികൾ ഫഖീറായ ഉമർ തങ്ങളിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ചു വന്നിരിക്കുന്നു. തങ്ങളുടെ റൗളയുടെ വാതിൽക്കൽ വന്ന് അവിടുന്ന് കൊടുക്കുന്നത് കിട്ടാൻ വേണ്ടി കരയുകയാണ് നബി. കണ്ണീര് വെള്ളമൊലിക്കുകയാണ് നബി. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൗപ്പതുള്ള ശരീരത്തിന്റെ വാതിലെന്ന് തുറന്നു. ആ ഉമർ ഖാദിയൊക്കെ ശിർക്ക് ചെയ്ത ആളാണെന്ന് പറഞ്ഞിട്ട് എന്ത് മോചനമാ സഹോദരാ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മുൻകാലത്ത് കഴിഞ്ഞുപോയ നാബികളും അലിമീങ്ങളും ഔലിയാക്കളും സാലിഹീങ്ങളും സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ച ആ ഹഖ് ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂനൂ മഅസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കൂ. നിങ്ങൾ ഈ സത്യവാന്മാരായ മഹാന്മാരുടെ കൂടെ ആകുവീൻ.
എത്ര കളവുകൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് തെളിയിച്ചു തന്നു. മറുവശത്തിന്റെ കളവ് അത്തരം കക്ഷികളെ കൂടെ ചേർന്ന് ആഹാരം നഷ്ടപ്പെടുത്തല്ലോ ഉള്ളമാരി ചെറുപ്പക്കാരി കാരണവന്മാരി ആഹ്ലത്തിലേക്ക് കൈപിടിച്ചിട്ട് കാര്യമില്ല. ഇത് സർവ്വജനങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തന്ന ആരോഗ്യം നിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം. സമയം ചോദ്യം ചെയ്യപ്പെടുമെന്നറിയാം. നീ ചെയ്ത നിയമത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നറിയാം. നീ ഞങ്ങളെ രഹസ്യവും പരസ്യവും അറിയുന്നുണ്ടെന്നറിയാം. ഞങ്ങൾക്കും നന്നായി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റിയേക്കും, ഞങ്ങൾക്കും വിശ്രമിക്കാൻ പറ്റിയേക്കും. പക്ഷേ നിന്റെ ദീന് ഇവിടെ വിശ്വാസവും കർമ്മവും നെഞ്ചിൻ്റായി മുറിച്ച് നശിപ്പിക്കുമ്പോ ഞങ്ങളത് തുറന്നു പറയാൻ ഒരുങ്ങിയവരാണ്, അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങളുടെ സമൂഹത്തിനത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹ് നിന്റെ മലക്കുകൾ അതിന് സാക്ഷിയാണ്, നിന്റെ ഭൂമികളെ സാക്ഷിയാണ്. ഈ പാടിനെയും പരിസരങ്ങളും ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള മണൽത്തടികളും വീടുകളും ഇവിടെയുള്ള വൃക്ഷങ്ങളും എല്ലാ ജീവികളും സാക്ഷിയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്ന രാജാവിന് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മത്തുകളിൽ അറിവില്ലാതെ റബ്ബേ ഈ പുതിയ പ്രസ്ഥാനങ്ങളിൽ പെട്ടുപോയവർക്ക് സത്യത്തിന്റെ വെളിച്ചം കാണിക്കുന്നു. അല്ലാഹ് ഹിദായത്ത് കൊടുക്കണേ. അല്ലാഹ് ഞങ്ങളുടെ ഹിദായത്ത് നിലനിർത്തണേ. അല്ലാഹ് ഞങ്ങളത് ആ ഹിദായത്ത് തരണേ. അല്ലാഹ് സിറാജുൽ ഹുദ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയുടെ ഹൃദയഭാഗത്ത് ആദർശത്തിന്റെയും സേവന വിപ്ലവത്തിന്റെയും ജ്വലിക്കുന്ന പ്രതീകമായി സിറാജുൽ ഹുദ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് സുന്നി പ്രസ്ഥാനത്തിന്റെ അഭിമാനമായി വളരുകയാണ്. മതനവീകരണ പ്രസ്ഥാനങ്ങളുടെ വിഹാര കേന്ദ്രമായിരുന്ന കുറ്റ്യാടിയിൽ ഇന്ന് അഹ്ലുസുന്നയുടെ ദൃഢവിളംബരമായി ഈ മഹാസമുച്ചയം പുരോഗതി താണ്ടുകയാണ്. സിറാജുൽ ഹുദായുടെ വളർച്ചയിൽ ഇവിടെ തളർന്നു വീണത് അവാന്തര ചിന്തകളുടെ മിഥ്യാഗോപുരങ്ങളാണ്. ഒരു ജനതയുടെ ബോധമണ്ഡലമാകെ നേരറിവിന്റെ ജ്ഞാനലോകത്തേക്ക് മാറ്റിയെടുത്ത ഈ ചരിത്ര സമുച്ചയം കുറ്റ്യാടിയുടെ ആധുനിക ചരിത്ര നിർമ്മിതിയെ തന്നെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഇത് ശരീഅത്ത് കോളേജ്. ഇസ്ലാമിക പ്രമാണങ്ങൾ നിർവചിക്കുന്ന സാമൂഹ്യ ക്രമങ്ങളെക്കുറിച്ച് ഇവിടെ നിരീക്ഷണങ്ങളും വിചിന്തനങ്ങളും സജീവമാണ്. അഹ്ലുസുന്നയുടെ താത്വിക നിലപാടുകളിലേക്ക് ജനഹൃദയങ്ങളെ ക്ഷണിക്കുകയാണ് ഈ പണ്ഡിത പ്രതിഭകൾ. കർമ്മശാസ്ത്രം, ആധ്യാത്മികം തുടങ്ങി ഇസ്ലാമിക ജ്ഞാനശാഖകൾ ഈ പഠനകളരിയിൽ അഭ്യസിപ്പിക്കപ്പെടുന്നു. ആധുനികതയുടെ വൈജ്ഞാനിക വീക്ഷണങ്ങളിൽ സ്വീകാര്യ ഘടകങ്ങളെല്ലാം സ്വാംശീകരിച്ചെടുക്കുകയെന്ന പണ്ഡിത ദൗത്യത്തിന്റെ പ്രായോഗികത ഈ ക്യാമ്പസ് നമുക്ക് കാണിച്ചു തരുന്നു. ഇംഗ്ലീഷ് മീഡിയം, കമ്പ്യൂട്ടർ സെന്റർ, സമ്പന്ന കുടുംബങ്ങളിൽ പഠിതാക്കൾക്ക് ധാർമ്മിക പഠനാന്തരീക്ഷമൊരുക്കുന്ന ബോർഡിംഗ് മദ്രസ, വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങി വിവിധ സ്ഥാപന സംരംഭങ്ങൾ കുറ്റ്യാടിയുടെ ചരിത്രത്തിന് തിലകക്കുറിയാകുകയാണ്. CBSE സിലബസോട് പ്രവർത്തിക്കുന്ന 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ജില്ലയിലെ 100 മേനി കൊയ്യുന്നവയാണ്. സിറാജുൽ ഹുദ മസ്ജിദ്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിർവഹിച്ച ഒരു ഖുത്ബ ചരിത്രത്തിലെ അനർഘ മുഹൂർത്തങ്ങളിലൊന്നാണ്. ഒരു പ്രദേശത്തിന്റെ സമൂല പരിഷ്കരണത്തിന്റെ പ്രഥമ പ്രചോദനം. സുന്നി ചരിത്ര സംഗ്രഹങ്ങളിലെ കുറ്റ്യാടി വിപ്ലവം ദൃശ്യമനോഹരമായ ഈ പള്ളി മിമ്പറിന്റെ സംഭാവനയാണ്. കേരളത്തിലെ വിശ്രമമറിയാത്ത പ്രഭാഷകൻ